താങ്ക് യു. കർത്താവിൽ ബഹുമാനിതനായ ദേവദാസൻ പാസ്റ്റർ കെ വൈ തോമസ്, IPC എബനേസർ ദുബായ് ചർച്ചിലെ മറ്റ് ദേവദാസന്മാര്, ബഹുമാനായ കർത്താവിന്റെ ദാസൻ ഷിബു മുള്ളങ്കാട്ടിൽ ഫാമിലി, അതുപോലെ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കുടുംബങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ബെറ്റ്സി, എറണാകുളത്തു നിന്നുള്ള ബെറ്റ്സി കുടുംബം, ജീന, ലിൻഡോ ജീന ഫാമിലി, അവരെയൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവരാണ്. ദൈവം നമ്മളെ ഇന്ന് ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിങ്ങിനെ കൂട്ടിക്കൊണ്ട് വന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തില് നമ്മള് പ്രത്യേകിച്ച് കേൾക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങള് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. സോ ഐ സ്ട്രോങ്ലി ബിലീവ് വെൻ ഐ സിറ്റ് ഹിയർ I must be used by God to speak to you. So പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുകയുള്ളല്ലോ. കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ സ്ക്രീന് ഷെയർ ചെയ്യാൻ ഞാൻ ഒരു പിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഷെയർ ചെയ്തുകൊണ്ട് സംസാരിക്കാം. നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ന്യൂ ജനറേഷൻ ഫാമിലി ആൻഡ് പാരന്റിങ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ഫാമിലി ഡൈനാമിക്സിൽ കുറെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലം ഈ കോവിഡിന്റെ ഈ ലോക്ക്ഡൗൺ സാഹചര്യങ്ങൾ കുടുംബങ്ങളിൽ കാര്യമായ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കി. പ്രത്യേകിച്ച് നമ്മുടെ തലമുറകളിൽ. കഴിഞ്ഞ ഇടയ്ക്ക് കോവിഡ് കാലഘട്ടത്തിൽ നടന്ന ഒരു സർവേ പറയുന്നത് 67% കുട്ടികളും പറഞ്ഞു they tend to be getting addicted to several things otherwise they would not have become addicted to, like pornography. അശ്ലീലത കാണുന്ന ശീലം, അത് നേരത്തെ ഒന്നും ഇല്ലായിരുന്ന സ്വഭാവം ഇപ്പൊ കണ്ടമാനം കയറി വന്നിരിക്കുന്നുവെന്ന് പലരും പറയുന്നു. 2, നേരത്തെ ഒന്നുമില്ലാത്തതുപോലെ കുറെ അധികം ഗെയിമിനോടുള്ള അഡിക്ഷൻസ് വന്നിരിക്കുന്നു. പണ്ടെങ്ങും ഇല്ലാത്തതുപോലെ ചില സോഷ്യൽ മീഡിയ ഫ്രണ്ട്ഷിപ്പ്, അത് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല, ഫ്രണ്ട്ഷിപ്പിന് മത്സരങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, ഇഷ്ടം പോലെ ടൈം ഉള്ളത് കൊണ്ട് ഇതിലേക്കൊക്കെ ചെന്ന് കയറുകയാണ്. അത് കുടുംബജീവിതങ്ങളെ ബാധിക്കുന്നു. തകർച്ചയുടെ വക്ക് നിൽക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 43% of the students said they play online game at the expense of their study. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കുട്ടികളിൽ ഈ കോവിഡ് വരുത്തിയ മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു, ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം സ്കൂളിൽ കോളേജിൽ പോകണം, വന്നു ട്യൂഷനായി, പിന്നെ വൈകിട്ട് പഠിത്തമായി, പിറ്റേ ദിവസത്തെ ഹോംവർക്കായി, കംപ്ലീറ്റ് ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഈ സ്വാധീനങ്ങൾ പലതും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ആവശ്യത്തിലധികം സമയമാണ്. When we talk about a generation, when we talk about a new generation, we talk about a generation that has got a totally different perspective. We talk about a generation who are led by a totally different worldview and moral concept and value system. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ കൊച്ചിയിലെ കളമശ്ശേരിയില് കുറച്ച് ചെറുപ്പക്കാര്, 16 വയസ്സ് 17 വയസ്സൊക്കെ പ്രായമുള്ളൂ. അപ്പൊ അവര് ഈ കൂട്ടുകാരന്മാരിൽ ഒരുത്തൻ ഇവരെ എങ്ങാണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് എന്ന് പറഞ്ഞു കൊടുക്കുക, സംതിങ് ലൈക്ക് ദാറ്റ്. അതിനുവേണ്ടി ഇവനെ പിടിച്ചിട്ട് ക്രൂരമായിട്ട് ഇവനെ മറ്റൊരുത്തൻ അത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും, വൈറലായി. അത് സോഷ്യൽ മീഡിയ മുഴുവനായി. അവസാനം പോലീസ് ഇടപെട്ടു. പക്ഷെ എല്ലാം മൈനേഴ്സ്, ആരും 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല. അപ്പം ഒരുത്തനെ പിടിച്ച് ചാടി വന്ന് ചവിട്ടുന്നു, തല്ലുന്നു, അടിച്ചിടത്ത് തന്നെ അടിക്കുന്നു. ബോധം കെട്ട് വീണവനെ വീണ്ടും വെള്ളം ഒഴിച്ച് എഴുന്നേൽപ്പിച്ചിട്ട്
അവനെ ചരല് നിരത്തിയിട്ട് മുട്ടിൽ നിർത്തുന്നു, പുറത്ത് കയറിയിരുന്ന ഈ ചരലിലേക്ക് മുട്ട് കാൽ അമുങ്ങാൻ വേണ്ടി പ്രഷർ ചെയ്യുന്നു, ചോര പൊട്ടി ഒലിക്കും. നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. Now the question, 18 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ഒരു തലമുറയ്ക്ക് ഇത്രയും ക്രൂരത എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. We are talking about a generation that is totally different. We never used to witness this kind of thing in the past. ഇത്രയും ഒരു ജനറേഷണൽ ക്രൈസിസ്, അവരുടെ ഇടയ്ക്കുള്ള ഒരു ക്രൈസിസ് ഒന്നും നേരത്തെ ഒന്നും കാണാത്തതാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻ ഇന്ത്യ, നമ്മുടെ ഡൽഹിയിലെ നിർഭയ കേസ്, ആ പെൺകുട്ടി മരിക്കാനിടയായ ക്രൂരമായ ഉപദ്രവം ചെയ്തയാള്, ഹി വാസ് നോട്ട് 18 years of age. അവൻ ശിക്ഷ കിട്ടാതെ പുറത്തിറങ്ങി. ചോദ്യം, ഇവൻ ഇത്രയും ക്രൂരത ചെയ്യാൻ എങ്ങനെ പറ്റി? അജ്മൽ കസബ് എന്ന് പറയുന്ന നമ്മുടെ മുംബൈ ടെറർ അറ്റാക്കിലെ അവനെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പേ വിചാരണ നടന്നുകൊണ്ടിരുന്നപ്പം one of the news that came out is he pleaded that he was not 18 years at the time of committing that crime. So നമുക്കറിയാമല്ലോ, ഈ സൺഡേ സ്കൂൾ വഴിയും നമ്മുടെ PYPA വഴിയും, ഞാനും IPC ചർച്ചിന്റെ ഭാഗമാണ് പാലക്കാട്, നമ്മുടെ PYPA വഴിയും നമ്മുടെ സൺഡേ സ്കൂൾ വഴിയും നമ്മുടെ ഓരോ ആരാധനകളും പ്രാർത്ഥനകളും വഴിയൊക്കെ what we try to do is to give in, വിതയ്ക്കാൻ ആഗ്രഹിക്കുക. എന്ത്? നന്മ. ഓക്കെ, മോർ സ്പെസിഫിക്കലി സ്നേഹം, അഗാപ്പേ ലവ്, ഈ മറ്റുള്ളവരെ കരുതുന്ന സ്വഭാവം, ക്ഷമിക്കുന്ന സ്വഭാവം. ദിസ് ഇസ് വാട്ട് ദ ഡെഫിനിഷൻ ഓഫ് സ്പിരിച്വാലിറ്റി വി ആർ ടോക്കിംഗ് അബൌട്ട്, അല്ലെ? അക്സെപ്റ്റ് ചെയ്യുക മറ്റുള്ളവരെ. ഇതെല്ലാമാണ് നന്മയായിട്ട് ഈ സൺഡേ സ്കൂൾ ക്ലാസ്സിലെല്ലാം നമ്മൾ വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വെദർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, കഴിഞ്ഞൊരു 1.5 വർഷത്തിന്റെ ഇടയ്ക്ക് നമ്മൾ വിതച്ച പലതും കാള കയറി മൂടിപ്പോയി. Now again, you can disagree. Okay, നമ്മൾ വിതച്ച പല മൂല്യങ്ങളും പിശാച് പെറുക്കിക്കൊണ്ടുപോയി. വെളിപ്പാട് ദിവസത്തിലൊരു വാക്യമില്ലേ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നത്. 2 വിധത്തിൽ അങ്ങ് ബിലീവേഴ്സ് കമ്മ്യൂണിറ്റി. അഴുക്കുള്ളവര് വിശുദ്ധൻ. ഓക്കെ, ഇറ്റ്സ് ടോക്കിംഗ് ടു ചർച്ചസ്. ബുക്ക് ഓഫ് റെവലേഷൻ ഇസ് ടോക്കിംഗ് ടു ചർച്ചസ്. അപ്പം ഒരു ഭാഗത്ത് എന്ത് പറ്റി? ഇച്ചിരിയെങ്കിലും അകത്ത് അഴുക്കുണ്ടായിരുന്നവരുടെ കയ്യിലേക്ക് ഇന്നേ വരെ ഇല്ലാത്തതുപോലത്തെ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലെ ഈ ഇന്റർനെറ്റും അനന്തര ഫലമായ ഇൻഫ്ലുവൻസും, അത് ചെറുപ്പക്കാരെ മാത്രമല്ലല്ലോ, ഫാമിലീസിനെ. when I talk about it, you might be able to relate to many of the experiences that you have undergone or you have heard about. അത് എന്തു പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു യാത്രയായി. ഇന്നേ വരെ ഇല്ലാത്ത അഴുക്ക് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ, on the other hand, something is happening with your spirituality. ടോക്സിക് ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പം എന്നോട് പല ചെറുപ്പക്കാർ ഈ ലോക്ക്ഡൌൺ സമയത്ത് കൗൺസിലിങ്ങിന് വേണ്ടി സഹായം ചോദിച്ച് വിളിച്ച പല ചെറുപ്പക്കാരിൽ, കൗമാരക്കാരിൽ ചിലർ എന്നോട് പറഞ്ഞത്, ഉറക്കമില്ല. എന്തിനാ ഉറങ്ങുന്നത്? രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സോ നാച്ചുറലി, ബിക്കോസ് ഐ ഡോണ്ട് ഗെറ്റ് സ്ലീപ്, I get into Insta and other social media form, and then see many young people, whether, I mean, this is something we need to understand, okay? Many young people, 30% of teenagers, ചെറുപ്പക്കാരിൽ 30% കൗമാരക്കാരും ഡിപ്രഷനിലൂടെ പോകുന്നുവെന്നും അത് അവർ ആരോടും വെളിപ്പെടുത്തുന്നില്ല എന്നും പുതിയ സർവേസ് പറയുന്നു. ഈ ലോക്ക്ഡൌൺ കാലത്ത് നടന്ന ചില സർവേകൾ ഞാൻ വായിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഡിപ്രഷനിലാകുന്നത് കുറെ കാരണങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന്, പഠിത്തം ഒഴിപ്പിക്കുക, ഗൈഡ് ചെയ്യാൻ ആരുമില്ല. പിന്നെ ഇതുപോലത്തെ കുറെ ടോക്സിക് ഇൻഫ്ലുവൻസ്. പിന്നെ കുറെ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ലൈഫിനെ കുറിച്ച്, എനിക്ക് ഇന്ന ജോലി, ഇന്ന വിജയം, എക്സെട്ര എക്സെട്ര. ബട്ട് ഇതൊന്നും കൈപ്പിടി കിട്ടത്തില്ല എന്ന് തോന്നുന്നു. ബിക്കോസ്
academics is going out of control. You're unable to cope up with the online classes. You're not able to get tuition and things like that. And all those emotional impact of it. ഇതെല്ലാം കൂടെ ചേർത്ത് അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു അകത്തോട്ട് കിട്ടുന്ന ഈ ഡിപ്രഷന്റെ ഒരു മെസ്സേജ് ഉണ്ട്. അപ്പൊ ഈ രാത്രി 2 മണിക്കൊക്കെ ഇരുന്നോട്ട് ഇൻസ്റ്റയില് ഈ സിമിലർ ആയിട്ടുള്ള സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാരുണ്ട്. ജീവിതത്തോട് വെറുപ്പ്, ഹോപ്പ്ലെസ്നെസ്, മൊത്തത്തിലുള്ള ആന്റി സോഷ്യൽ ബിഹേവിയർ, ഇങ്ങനെ കുറെ നെഗറ്റിവിസം ഉണ്ട്. ഇതൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന പാർട്ടികൾ ആക്റ്റീവ് ആകുന്നത് ഈ ഒരു ടൈമിലാണെന്നാ ചിലർ എന്നോട് പറയുന്നത്. അപ്പം ഈ ആ സമയത്ത് 2 മണി 3 മണി 1:30 ആ സമയത്ത് ഇവരെ ഫോളോ ചെയ്ത് ഇവര് ഗ്രൂപ്പ് ചാറ്റ് ചെയ്ത് ചില ആളുകളെ കണ്ടുപിടിച്ച് ഇവരാരും അതിന്റെ റിവീൽ ചെയ്യത്തില്ല, എല്ലാം ഫേക്ക് ഐഡിയിലാണ് കയറുന്നത്. അപ്പം നാച്ചുറലി വാട്ട് ഹാപ്പൻസ് ഈസ് പിശാജ് 24/7 ആക്റ്റീവ് ആണല്ലോ. അവനിങ്ങനെ എറിയാണ് വിഷത്തിന്റെ വിത്ത് എറിയാണ്. ഇതകത്ത് കിടന്ന് നമ്മൾ വിതച്ച ദൈവവചനത്തിന്റെ വിത്ത്, നമ്മൾ ഇട്ടുകൊടുത്ത ആത്മീയതയുടെ മൂല്യങ്ങൾ. പാരന്റ്സ് ഒരു അവധിക്ക് വന്ന ഒരു പാരന്റ്സ് അവരുടെ മോനെയും കൊണ്ട് എന്റെ ഇടയ്ക്ക് കൗൺസിലിംഗ് വന്ന് ഞാൻ ഓർക്കുന്നു. ഈ അപ്പം പറയുന്നത്, സാറേ നമ്മുടെ പിള്ളേര് അറിയാമല്ലോ, എല്ലാവർക്കും സ്നേഹവും കരുതലും ഇതൊക്കെ ഉണ്ട്, പിന്നെ ക്രൂരത അങ്ങനെ. പക്ഷെ എന്റെ കൊച്ചിന്റെ മനസ്സിന്റെ ഇമോഷന് എന്തോ ഒരു തകരാറുണ്ടായിട്ടുണ്ട് സാർ, അത് കണ്ടുപിടിക്കുന്നു. അപ്പൊ ഞാൻ അതിനങ്ങനെ ചിന്തിക്കാൻ കാര്യം, സാർ ഇവൻ ഈ മയിൽക്കുറ്റിക്ക് കാറ്റ് പിടിച്ചു. ഇവനൊന്ന് കുടുംബത്തിന്റെ അംഗങ്ങളോട് ഒരു സ്നേഹമോ ഒരു സാമീപ്യം, ഒരു സന്തോഷം, ഒരു ഫെലോഷിപ്പ് ഇതൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഈ ചെറുക്കന്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സദാസമയത്തും ഇവന്റെ ഒരു ലോകത്ത് മറ്റുള്ളവരോട് ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല, ഇവനെ ഞാൻ ചിലപ്പോൾ ശിക്ഷിച്ച് കഴിയുമ്പോൾ ഇവൻ ഈ അടി കൊണ്ട് കരിങ്കല്ലിന് കാറ്റ് പിടിച്ചോളം നിൽക്കുകയല്ലാതെ കരയുക അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇവനില്ല. അതുപോലെ ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളും മരണപ്പെട്ടു. എവ്രിബഡി വർ ക്രൈങ്, ഓൾ ഓഫ് ദം വർ ദേർ ക്രൈങ്. ആൻഡ് ബട്ട് ദിസ് ഫെലോ വെൻ ദേ കണ്ടു ഇങ്ങനെ എന്തോ അവനങ്ങ് പോയി. സോ എന്തോ അവന് തകരാറുണ്ട്, അത് കണ്ടുപിടിക്കുന്നു. ഇവന്റെ ഇമോഷൻ എന്തോ ഒരു സംതിങ് റോങ്. Now I was talking to him. You know what he said? In one of those conversations he said to me, ഞാന് ഈ ഇടയായിട്ട് ഒരു കാർട്ടൂൺ മൂവിക്ക് അങ്ങ് അഡിക്റ്റ് ആയി. അത് സ്ഥിരമായിട്ട് അതിന്റെ ഓരോ സീരീസ് ഞാൻ കാണാൻ തുടങ്ങി. കണ്ട് ഹീസ് ഓൺലി 14 years of age. കണ്ട് ഐ സ്റ്റാർട്ടഡ് ടു ഐഡന്റിഫൈ മൈസെൽഫ് വിത്ത് ദ ഹീറോ. അപ്പൊ ഞാൻ ആ ഹീറോയെ പോലെ എന്റെ മനസ്സങ്ങ് ആയിപ്പോയി. ലൈക്ക് ആ കാർട്ടൂൺ മൂവിയിലെ ഹീറോ കരയില്ല, പുള്ളിക്ക് ലോകം മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും പുള്ളി കരിങ്കല്ല് പോലെ നിൽക്കത്തേ ഉള്ളൂ. സംഹൗ ഡൗൺ ദ ലൈൻ ഐ എം മോഡലിംഗ് ദാറ്റ് ബിഹേവിയർ ഇൻ മീ. ഐ നോ ദർ ഇസ് സംതിങ് റോങ്, ഐ നീഡ് ടു ചേഞ്ച് ഇറ്റ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മുടെ തലമുറയിലേക്ക് ഒരു മോഡലിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ സിനിമ കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവര് പറയും, ഈ പുള്ളി എവിടുന്ന് കിട്ടി, ഇത് എവിടുന്ന് പൊക്കിക്കൊണ്ട് വന്നതെന്ന് നമ്മുടെ ഷിബു സാറിനോട് ചോദിക്കും. പറഞ്ഞു വന്നത് ഇപ്പൊ സിനിമ കാണുന്നതൊക്കെ അതൊക്കെ ഇച്ചിരി എക്സ്ട്രീം ആയിട്ട് തോന്നും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ഈ സ്റ്റാർ മൂവി, സ്റ്റാർ വേൾഡ് മൂവീസ്, നൗ ഈ വെസ്റ്റ് മൂവീസ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ പ്രൊജക്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്, ഒരു വാല്യൂ സിസ്റ്റം. അതിലെ ഒരു പ്രത്യേകത ഞാൻ പറയും. ലൈക്ക് ഇൻ വെസ്റ്റേൺ മൂവീസ്, if the hero want to have sex, that's it. Love is equal to sex. നമ്മുടെ കൾച്ചറിൽ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ കൊച്ചുങ്ങളെ എന്തോ വാല്യൂസ് പറഞ്ഞാൽ പഠിപ്പിച്ചോണ്ട് വരുന്നത്. പക്ഷെ ഇവിടെ പാരന്റ്സിന്റെയും വീഴ്ചയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. രാവിലെ എഴുന്നേറ്റ് കൊച്ചിനോട് പറയുന്നേ, വല്ല അഫയറിലും ചെന്ന് എല്ലാ ചെറുക്കന്മാരൊക്കെ പുറകെ വന്നു എല്ലാം പറഞ്ഞുണ്ടല്ലോ, ഏതൊക്കെ വഴി പെട്ട് പോയേക്കരുത്, വല്ല അഫയറും ഡെവലപ്മെന്റ് ഇങ്ങോട്ട് കയറി പോകരുത്, പറഞ്ഞേക്കാം. ഇത് പറയുന്ന അപ്പനും അമ്മയും കൂടെ ഉച്ച കഴിഞ്ഞിരുന്ന് ടിവിയിൽ കുത്തിയിരുന്ന് സിനിമ എന്താ കാണുന്നത്? നായികയുടെ കെട്ടിപ്പിടിക്കുന്നു, കൈ കോർത്ത് പിടിച്ച് ചാടുന്നു, തുള്ളുന്നു, തുണിയോടുള്ളൊരു പുറകെ കിടന്ന് ചാടുന്നു. ഇതൊക്കെ കാണാനല്ലേ സിനിമ കാണുന്നേ? ഓക്കെ. അപ്പൊ ഈ കൊച്ചിപ്പുറത്തിന് ഇതല്ലേ തെറ്റാന്ന് രാവിലെ എന്നോട് പറഞ്ഞു.
അപ്പൊ ഇവരിത് തന്നെ കണ്ട് രസിക്കുന്നു. അപ്പൊ ഇതിലെന്താ തെറ്റ്? ദിസ് ക്വൈറ്റ് നോർമൽ. വി ആർ ടോക്കിംഗ് അബൌട്ട് എ വാല്യൂ സിസ്റ്റം. ഒരു വാല്യൂ സിസ്റ്റം. ജനിച്ചപ്പോ മുതൽ, ജനിക്കുന്നതിന് മുൻപേ ഷിംഷോനെ കുറിച്ച് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നൊരു കാര്യം പറഞ്ഞു. എന്താ? ഇവൻ ഒരു നാസീർ വൃതസ്ഥനായിട്ട് വളരണം. ഇവൻ വളർന്നു വന്നപ്പോ ഇവൻ ഭയങ്കര ആരോഗ്യവാനായിരുന്നു. ഇവന് പക്ഷെ എന്ത് ചെയ്യാനാണ്? ഡൗൺ ദ ലൈൻ ഇവന്റെ മനസ്സ് മുഴുവനും ഫ്ലിർട്ടേഷനും. ഇവന് പെൺകുട്ടികളുടെ അടുത്ത് പോകണം, ഇവൻ അവരുമായിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ഫ്ലിർട്ടിങ്. ബട്ട് ദ പ്രോബ്ലം ഈസ് ഗേൾസ് ഇൻ ദ ഇസ്രായേലൈറ്റ്സ് കമ്മ്യൂണിറ്റി, the moment they see him, they respond with a higher level of respect. അയ്യോ, നമ്മുടെ ഇന്നത്തെ ഭാഷ ദേവദാസും വരുന്നു, എന്തെങ്കിലും ഒരു മെസ്സേജ് പറയാൻ. ഇവനടുത്ത് ഇഷ്ടമല്ല. ഈ ഐഡന്റിറ്റി കാരണം ഇവന്റെ കുറെ സെൻഷ്വാലിറ്റി നടക്കുന്നില്ലല്ലോ. അപ്പൊ അത് ഇവൻ അങ്ങ് ദേഷ്യമാണ്, കലിപ്പാണ്. സോ ഹി വാണ്ടഡ് ടു ഡു അവേ വിത്ത് ദിസ് ഐഡന്റിറ്റി. അപ്പം അൾട്ടിമേറ്റ്ലി ഹി സെർച്ച് ഫോർ പീപ്പിൾ ഔട്ട്സൈഡ് ഇസ്രായേൽ. തിമ്നായിലേക്ക് പോയി, അല്ലെ? തിന്ന ഫെലിസ്ത്യ നഗരമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാല് ഇതൊന്നും വിഷയമല്ല. എന്ന് മാത്രമല്ല, അവിടെ മുടി നീട്ടി വളർത്തിയൊക്കെ ഫാഷനാണ്. ഇവിടെയാണ് നാസീർ വ്രതം എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പൊ പുള്ളി ചെന്ന ഒരു ഉദ്ദേശത്തിനാണല്ലോ, അവിടെ സുവിശേഷം പറയാൻ പോയതല്ല, ഇസ്രായേലിന്റെ ദൈവത്തെ പ്രകീർത്തിക്കാൻ പോയതൊന്നും അല്ലല്ലോ. അവിടെ പോയത് അഫെയർ ഡെവലപ്പ് ചെയ്യാൻ, ഒരു ഫ്ലിർട്ടേഷന് വേണ്ടി പോയതാണ്. പുള്ളി അത് ജയിച്ചു, ഒരു പെണ്ണിനെ മനസ്സിലെടുത്തോണ്ടാണ് പോകുന്നത്. പക്ഷെ എനിക്ക് അത്ഭുതം ആ പാരന്റ്സിന്റെ കാര്യം ഓർത്തിട്ടാണ്. ചെറുക്കം വീട്ടിൽ വന്നു, ആകെ ഉള്ള ഏക സന്തതിയാണ് കേട്ടോ. സി, ഇൻ പാരന്റിങ് ഇസ് എ പ്രോബ്ലം. ഇൻ ഫാമിലി ഡൈനാമിക്സ്, വെൻ യു ഹാവ് ഓൺലി വൺ ആൻഡ് ഓൺലി ചൈൽഡ്, ഓക്കെ, ഈ സ്നേഹം, കരുതൽ, ശാസന, ശിക്ഷ, ഇത് ബാലൻസ് ആയിട്ട് പോണേ. പക്ഷെ പല കുടുംബങ്ങളിൽ ഈ ബാലൻസ് തെറ്റിപ്പോകും. അവിടെയാണ് പ്രശ്നം. അപ്പൊ ഈ ഒറ്റ സന്തതി, അല്ലെ, നമ്മുടെ പണ്ടത്തെ കാരണവന്മാര് പറയും, ഒന്നുള്ളതിനെ ഒലക്കയ്ക്ക് അടിക്കൊന്നും വേണ്ട, അതൊരു പറച്ചിലാണ്. പക്ഷെ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ദീസ് പാരന്റ്സ്, they never wish to see him crying, or they never wish to see him getting angry, or they can't afford him getting angry or nothing like this. So what they did, ഇവൻ വന്നു പറഞ്ഞു, എനിക്ക് പട്ടണത്തില് തിമ്നയിൽ ഒരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെട്ടു, എനിക്ക് അവളെ കെട്ടണം. അപ്പൊ ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ അപ്പനും അമ്മയും പറഞ്ഞേ, ജനിക്കുന്നതിന് മുമ്പ് തമ്പുരാന്റെ വചനം നിന്നെ കുറിച്ചുള്ളത്, ഈ മിണ്ടിപ്പോകുന്നത് ഞങ്ങളൊന്നും കിട്ടത്തില്ല, ഈ വീട്ടിന്റെ പെരക്കകത്ത് കയറാൻ പറ്റത്തില്ല. പിന്നെ ചിലർ പറയും, അയ്യോ ഇവരെയൊന്നും പറയരുത് മക്കളോട്, ഇന്നത്തെ തലമുറയാ, വല്ലതും കാണിച്ചു കൂട്ടിയാലേ. അപ്പൊ ഇത് കൊച്ചിനറിയാം. ഏതാ, ലിസൺ ടു മീ കെയർഫുള്ളി. ഒരു 4 വയസ്സ് 5 വയസ്സുണ്ടല്ലോ, ആ പ്രായത്തിന്റെ ഇടയ്ക്ക് മക്കളൊരു കാര്യത്തിൽ തീരുമാനമുണ്ടോ? എന്താണെന്നറിയാം, അപ്പനും അമ്മയും പറയുന്നത് ഞാൻ അനുസരിക്കണോ, അതോ ഞാൻ പറയുന്നത് അവരനുസരിക്കൂ? ഒരു 4 വയസ്സ് 5 വയസ്സാകുന്നതിന് മുമ്പേ തീരുമാനമാവും. അത് കഴിഞ്ഞ് പിന്നെ കുറെ എഡിറ്റിംഗ് നടക്കുന്നത്. അപ്പൊ ഈ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണ്? രണ്ട് മക്കളല്ലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഒന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ 2 ഉള്ളൂ. സ്നേഹിച്ചിട്ട് സ്നേഹം കൊതി തീരുന്നുമില്ല. അപ്പൊ അതങ്ങ് സ്നേഹിച്ച് ഈ കൊച്ചിന് മനസ്സിലായി, ഞാൻ 2 വർത്താനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വഴിക്ക് മമ്മിയെ കിട്ടും, മമ്മി വഴി പപ്പായെ ഞാൻ പറഞ്ഞ വരയ്ക്ക് കൊണ്ടുവരാൻ പറ്റും, ഇല്ലെങ്കിൽ both of them. Now he says no. അപ്പം ഈ അപ്പൻ പറയാ, മക്കളെടാ, ഇസ്രായേൽ നല്ല കുട്ടികൾ ഇല്ലേടാ, നിനക്ക് ഒരാളെ അങ്ങനെ മിണ്ടിപ്പോ, എനിക്ക് അവളെ വേണം, ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു, 2 വർത്താനം. അതുകൊണ്ട് അപ്പനും അമ്മയും കൂടെ പാക്ക് ചെയ്ത് പോകുന്നു. യു ആസ്ക് ദം, ഹലോ കമോൺ, വേർ ആർ യു ഗോയിങ്? ഞങ്ങള് ഫെലിസ്ത്യ പട്ടണത്തില്. എന്തിനാ? കൊച്ചിന് പെണ്ണാല്. ഇവനല്ല ജനിക്കുന്നതിന് മുമ്പേ നാസീർ ദൈവോന്മുഖമായിട്ട് വളരേണ്ടവൻ, ഇസ്രായേലിന്റെ ന്യായ, ഇവൻ അവിടെ നിന്നാണ് കെട്ടാൻ പോകുന്നത്. എന്താ ഈ കാണിക്കുന്നത്? ഈ ചില പാസ് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, സാറേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കൂട്ടുകെട്ടിന്റെ കുഴപ്പമാണ് കേട്ടോ, കൂട്ടുകെട്ടിന്റെ കുഴപ്പം. നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നേ, പക്ഷെ എന്ത് ചെയ്യാനാണ്?
ഞാൻ അവരോട് പറയും, look at Samuel in the Bible. Yeah. You know, all what he had to see, like, മുമ്പിൽ കാണാനുണ്ടായിരുന്ന ഹൊഫ്നി, ഫിനഹാസ്, how was their life? അയ്യോ, immorality to the core, അല്ലേ? സ്ത്രീകളോടുകൂടെയുള്ള അധാർമികത ഒരു ഭാഗത്ത്, മുപ്പല്ലിയും കൊണ്ട് ചെന്ന് യാഗം അർപ്പിക്കാൻ നിൽക്കുന്ന പാവപ്പെട്ടവന്റെ മാംസം അർപ്പിക്കാൻ വെച്ചേക്കുന്നത് കുത്തിയെടുക്കുക. അപ്പൊ അവൻ പറയും, തരാ സാറേ, യാഗം ഒന്ന് തീർന്നോട്ടെ, അങ്ങോട്ട് മാറി നിൽക്കണോ, കഴുത്തെ പിടിച്ച് തള്ളിക്കൊണ്ടായിരിക്കും. I mean, just saying. You know, Samuel, all what he was this model, right? അപ്പൊ പിന്നെ അവൻ എന്താ പിന്മാറ്റത്തിൽ പോകാതിരുന്നേ? അവൻ എന്തെങ്കിലും ഒരു മുപ്പല്ലി ഉണ്ടാക്കിയോ? വൈ? കാരണം ഈ അമ്മയുടെ കയ്യിൽ അവനെ കിട്ടിയത് കുറച്ചു നാളെ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള സമയത്ത് കാര്യമായിട്ട് എഴുതി വെച്ചു. എന്താ? നീ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. ഈ മെസ്സേജാ കൊടുക്കേണ്ട മക്കൾക്ക്, കേട്ടോ. Now, this is the new generation we are talking about, a no-feel generation. They never bother how parents feel, how others feel. You know, these days, നമ്മുടെ ഒരു വാർത്ത വന്നതിനകത്ത് തന്നെ പിടിച്ചു കുലുക്കിയ ഒരു കാര്യമായിരുന്നു. ലൈക്ക് a girl who fell in love with a Muslim boy, love jihad എന്നൊക്കെ പറയുന്ന സംഭവം. എന്നിട്ട് ഈ കോടതി വരെ എത്തിച്ചു സംഭവം. അപ്പൊ ജഡ്ജിയുടെ മുമ്പിൽ ഇവള് ചെന്ന് പറഞ്ഞു, എനിക്ക് അവന്റെ കൂടെ പോയാൽ മതി, പാരന്റ്സിന്റെ കൂടെ പോണ്ട. ഇത് പറഞ്ഞേച്ച് ഇവളിങ്ങനെ ഇറങ്ങി വരുമ്പം ഇവളുടെ അമ്മ വരാതെ നിൽപ്പുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ കണ്ടത്, ഈ അമ്മ ഓടി വന്ന് ഇവളുടെ കാലിലേക്ക് വീഴുക. ഇവളുടെ ഈ പെങ്കൊച്ചിന്റെ കാലെ കെട്ടിപ്പിടിച്ച് കിടക്കുക ഈ അമ്മ. എന്റെ മോളെ പോലെ, മോളെ ഞങ്ങക്ക് വേറെ ആരുണ്ട് മോളെ പോലെ, മോളെ. ഭയങ്കര ഈ കൊച്ചു ചത്തുപോയ പോലെ ഈ അമ്മ കിടന്ന് കരയുന്നു. ഞാൻ വീഡിയോ ഇച്ചിരി കൂടെ കണ്ടു കഴിയുമ്പോൾ ഇവളൊരൊറ്റ കുടയില, ആ അമ്മയുടെ കണ്ണിലാന്ന് തോന്നുന്നു ഇവളുടെ കാല് കൊണ്ടത്. അവൾ ഉടനെ കാലെടുത്തോണ്ട് ഒറ്റ പോക്കാണ്. അപ്പൊ we are wondering what is happening with this tender feeling of, അല്ലെ, മനസ്സിന്റെ ആ നൈർമല്യത എന്നൊക്കെ പറയുന്ന sensitivity. Sometimes I feel the problem with our generation, whether it is family or children or youngsters, that we have lost the sensitivity. നമ്മുടെ ഗേഹസിക്ക് പറ്റിയത് എന്താ? ഏലിയാവ് കഴിഞ്ഞ് ഏലീശ, ഇരട്ടി ബലത്തോടെ. ഇനി അടുത്തത് ഗേഹസിയാണ്, കാരണം ആ അടുത്ത ശിഷ്യനാണല്ലോ ഗേഹസി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗേഹസി നയമാന്റെ രഥത്തിന്റെ പുറകെ ഓടി അവസാനം കുഷ്ഠരോഗം കിട്ടി. കുഷ്ഠരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇപ്പൊ കൈയുടെ ഒരു വിരലൊരു ഭാഗം മുറിഞ്ഞു പോയാൽ നമ്മൾ അറിയത്തില്ല, കുഷ്ഠരോഗമാണ്. Now convert it into spiritual sense, okay? Spiritual sense. പാപം ചെയ്താലും അത് പാപമെന്ന് തോന്നുന്നില്ലെന്ന്. Yeah, you want to hear some justification people say concerning sin? ഓ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യാത്ത പിള്ളേരുണ്ട്, ഇതൊക്കെ പാപം എന്ന് വിളിച്ചാൽ പിന്നെ നമ്മൾ അങ്ങനെ ജീവിക്കും. Come on, you think you can be that super spiritual? I don't think so. വേറെ തന്നെ പറയുന്നത് എന്നാ പറയാ? Yeah, I understand. Yeah, okay, I'm into that. But you know what? I don't go beyond that extent, okay? Only up to that extent. Up to that much is okay. Everybody do that. Beyond that is the problem. Who said? Who decided? ഞാനൊരു കേസ് സ്റ്റഡി നിങ്ങളോട് പറയും. ഇത് ഇടയ്ക്ക് ഞാനൊരു കേസ് സ്റ്റഡി പറയുന്നത് നമുക്ക് മനസ്സിലിരിക്കാൻ വേണ്ടിയാണ്. ഈ ഇടയ്ക്ക് എന്നെ വിളിച്ചൊരു കൊച്ചിന്റെ ഒരു സ്റ്റോറിയാണ്. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഇടയ്ക്ക് ചാറ്റിങ് തുടങ്ങിയപ്പോ, ഈ കൊച്ച് ചെറിയ കൊച്ചാ, ചെറിയ കൊച്ച് ഇൻ ദ സെൻസ് നോട്ട് ആൻ അഡൾട്ട്. അപ്പോ ചാറ്റിംഗ് ഒക്കെ നല്ല കാര്യം, പക്ഷെ അർദ്ധരാത്രിയിലേക്ക് ചാറ്റിങ് നീണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം പതുക്കെ ട്രാക്ക് മാറിയ ചാറ്റിങ്. അപ്പൊ ഈ കൊച്ചു പറഞ്ഞു, അങ്കിളെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, നമ്മള് ദൈവമക്കളല്ലേ, ഇതൊക്കെ നമ്മള്. ഓ മോളെ, ഞാൻ നിനക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ പഠിപ്പിക്കുവോ. He says, sir, the problem is somewhere down the line, I also started to enjoy that.
So it went on, all off track, okay, all through the night and sometimes. So it was horrible. പക്ഷേ ഒട്ടും വിചാരിച്ചില്ല ഈ അങ്കിളുടെ ഭാര്യ ഇത് കണ്ടുപിടിക്കും. പുള്ളിക്കാരത്തി ഇതെല്ലാം കണ്ടു. നേരെ ഇതെല്ലാം കൂടെ സ്ക്രീൻഷോട്ട് എടുത്തു. ഇവളെ വിളിച്ചേച്ച് രണ്ടെണ്ണം എന്ന് പറഞ്ഞു, നീ ചർച്ചിലൊക്കെ വന്ന് കാണിക്കുന്നത്, നീ വലിയ ആലോചനക്കൊക്കെ മുന്നിലൊക്കെ നിന്റെ കയ്യിലിരിപ്പ് ഇതായിരുന്നല്ലേ, ഞാൻ ഇപ്പൊ നിന്റെ പാരന്റ്സിന്, ഞാൻ പാസ്റ്റർ ഇപ്പൊ ഈ സ്ക്രീൻഷോട്ട് മുഴുവൻ ഞാൻ ചർച്ച് ഗ്രൂപ്പിൽ ഇടാൻ പോകും, ഇതാ നിന്റെ സ്വഭാവം അറിയട്ടെ. ഈ മനുഷ്യൻ, അപ്പം അവര് തമ്മിൽ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ള ലെവലിലേക്ക് പോകും. ഈ കൊച്ച് നേരെ നെക്സ്റ്റ് ഇസ് എനിക്ക് ജീവിക്കണ്ട. കമോൺ, ഇത് സംസാരിച്ചു വന്നപ്പം എന്നോട് പറയായിരുന്നു, അങ്കിൾ ദ പ്രോബ്ലം ഈസ്, you know what, during this lockdown 1.5 years നമുക്ക് ഈ സ്പിരിച്വൽ നറിഷ്മെന്റ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ലല്ലോ അങ്കിളെ. നമ്മൾ ഈ മൊബൈൽ ഫോണിന്റെ മുമ്പിൽ സഭായത്തിന് ഇരുന്നാലും നമ്മളാണെന്ന് ശ്രദ്ധിക്കുന്നു, അതൊക്കെ എല്ലാവർക്കും ഒന്നും കേൾക്കത്ത് പോലും ഇല്ല. പിന്നെ ഇങ്ങനെ പ്രാർത്ഥന ആരാധനയൊക്കെ, പിന്നെ പാരന്റ്സ് വർക്ക് ഫ്രം ഹോം, അവരെന്നും തമ്മിൽ അടിയാ, തമ്മിൽ കണ്ട കീഴിയും പാമ്പുവാ. അപ്പൊ എനിക്കിത് ഇവരുടെ ഇത്രയും അടി വെച്ചേച്ച് ഇരുന്ന് പാട്ട് പാടിപ്പോ എന്നാ പ്രാർത്ഥന, നമുക്കറിയാം ഇറ്റ്സ് ഓൾ ഹിപ്പോക്രസി. സോ ആക്ച്വലി I lost my sensitivity, spiritual sensitivity പോയി. ഈ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പേഴ്സണൽ ആയിട്ട് പറയട്ടെ, നമ്മുടെ ഈ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി പോയോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് ചെയ്യാൻ പറയും. ഒരു തെറ്റിലേക്ക് പിശാച് നമ്മുടെ മനസ്സിലേക്ക് ഒരു തെറ്റ് കൊണ്ട്, അതൊരു ചിന്തയിലായിക്കോട്ടെ, നമ്മുടെ ഫോണിലൂടെ ആയിക്കോട്ടെ, വാട്ട് എവർ യു ടോക്ക് അബൌട്ട്, ഓക്കെ, ആ ഒരു തെറ്റിലേക്ക് പോകുന്ന നിമിഷം നമ്മുടെ അകത്തുനിന്ന് there is a huge thunder kind of a voice, don't do that, അരുത്, നീ ഒരു ദൈവ പൈതലാണ്, അത് ഭയങ്കര സൗണ്ടാണ്. But then you manage to commit it again, okay. പിന്നെ ഈ പാപം വന്ന് dozens and dozens of times or hundreds of times you committed the same sin over and again. You know what is likely to happen? You develop an immunity to that sin. ആ പാപത്തിലേക്ക് നിങ്ങള് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തു. നമ്മൾ പറയത്തില്ലേ, ഈ തൂമ്പ പിടിച്ച് കുറെ കിളച്ച് കഴിയുമ്പോ കയ്യിലൊക്കെ തഴമ്പ് വരും എന്ന് പറയത്തില്ല. തഴമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര കിളച്ചാലും ഉണ്ടല്ലോ, കുലുങ്ങത്തില്ല. ഇതാണ് സെൻസിറ്റിവിറ്റി പോവാന്ന് പറയുന്നത്. സോ ഐ ഫീൽ ലൈക്ക് what happened in today's generation is, okay, I mean, if you would like to relate to this, go ahead, or if you don't agree, that's up to you. All what I'm saying is, ഈ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത കർത്താവ് എന്തോ ദൈവാത്മാവിനെ എവിടെ? നമ്മൾ ഈ ലൂക്കോസ് ചാപ്റ്റർ 15 നമ്മൾ ആ മുടിയൻപുത്രന്റെ സ്റ്റോറി ഉണ്ടല്ലോ, അതിൽ ഒരു കാര്യം എന്നെ ഭയങ്കര ടച്ച് ചെയ്ത് ഞാൻ പറയാം. അതിൽ ഈ പുത്രൻ, പുള്ളി ഈ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോയ പോക്കാണല്ലോ. ഹി ഡിഫൈൻഡ് ഹിസ് ലൈഫ് ലൈക്ക് ലൈഫ് ഇസ് ഈക്വൽ ടു എന്റർടൈൻമെന്റ്, അതായിരുന്നു പുള്ളിയുടെ ഡെഫിനിഷൻ. പിന്നെ there is a verse that says he came to his senses. അവിടെയും വേറൊന്നുമല്ല, ഫ്രണ്ട്സ്, ഇമ്മൊറാലിറ്റി, അതായിരുന്നു പുള്ളിയുടെ ലൈഫ്. അപ്പൊ എന്നിട്ട് ഇവൻ ഈ സെൻസസിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇവൻ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. എന്നാ പറയാം, ഞാൻ അപ്പന്റെ അടുത്ത് എന്നിട്ട് പറയും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. ഓക്കെ, അപ്പോ ആദ്യം ആരോടാ പാപം ചെയ്തേ? സ്വർഗത്തോട്, എന്നിട്ട് അപ്പനോട്. ഇത് എവിടുന്ന് കിട്ടി? അവിടെയാണ് ഞാൻ അപ്പനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. വളരെ ചെറുപ്രായത്തിൽ ഈ കുട്ടിയുടെ അകത്തേക്ക് ഒരു നല്ല സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി അങ്ങ് ഇട്ടുകൊടുത്തു അപ്പൻ. നീ പാപം ചെയ്യും,
നീ ദൈവത്തോടാണ് പാപം ചെയ്യുന്നത്. ദൈവത്തോടാണ് പാപം ചെയ്യുന്നത്. അത് കഴിഞ്ഞേ വരുന്നുള്ള മനുഷ്യൻ. സോ പുള്ളി വി ഡോണ്ട് നോ, ലൈക്ക് നമ്മള് മനസ്സിനകത്തേക്ക് വിതച്ചാൽ മതി, അത് ആ സമയം വരുമ്പോ അത് കിളിർത്തു വന്നോളൂ. That is what I generally say to the teachers who are engaged in Sunday school ministry. If there are Sunday school teachers sitting here or youth leaders and all, let me tell you this. നമ്മളിൽ നിന്ന് തമ്പുരാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക? ഈ വിത്ത് വിതയ്ക്കണം. ഈ വിത്ത് വിതയ്ക്കണമെങ്കിൽ നമ്മളിപ്പോ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോഴേ നമുക്ക് വേണമെങ്കിൽ ശിംശോന്റെ അമ്മയുടെ പേര്, അപ്പന്റെ പേര്, ശിംശോൻ ജീവിച്ച കാലഘട്ടം, ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഇതെല്ലാം കൂടെ പഠിപ്പിച്ച് ബിരുദ പരീക്ഷയ്ക്ക് സമ്മാനം മേടിപ്പിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അത് പ്രൊഫഷണലിസം. പക്ഷെ മിനിസ്ട്രി അതിന്റെ ഇച്ചിരിയും കൂടെ മുന്നോട്ട് പോകും. മിനിസ്ട്രി ആവുന്ന എപ്പോഴാണെന്നറിയാമോ? തിങ്കളാഴ്ച തൊട്ട് പ്രാർത്ഥന, കർത്താവേ വരുന്ന സൺഡേ പഠിപ്പിക്കുന്ന ആ പാഠത്തിൽ എന്തു വിത്താ ഞാൻ വിതയ്ക്കട്ടെ? ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് സക്കായിയുടെ സ്റ്റോറിയോ യോനയുടെ കഥയൊക്കെയാ. പക്ഷെ ആ പാഠത്തിന്റെ ഇടയ്ക്ക് ഈ കുട്ടികളുടെ അകത്തേക്ക് ഇച്ചിരി വിത്തിട്ട് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാൻ ഓർക്കുന്നു എന്റെ ചെറുപ്പത്തില് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു IPC ചർച്ചിന്റെ ഭാഗം. അപ്പൊ അവിടെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞൊരു, ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുക. പുള്ളി പറയാ, അതെ, നിങ്ങൾ ചിലപ്പോൾ നടന്നു പോകുമ്പോ അറിയാതെ നിങ്ങളുടെ കാല് എവിടെയെങ്കിലും തട്ടും, കൈ എവിടെയെങ്കിലും കൊണ്ടു. ആ നിമിഷം ചിന്തിച്ചോണം, എന്താ മനസ്സിനകത്തൂടെ തെറ്റ് ചിന്തിച്ചത്? വാട്ട് വാസ് റോങ് വിത്ത് യു? വാസ് ദർ എനിത്തിങ് ഗോയിങ് ഓൺ റോങ് ഇൻ യുവർ മൈൻഡ്? ഇപ്പോഴും കാല് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അയ്യോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചിന്തിച്ചു. അതൊന്നും വചനപ്രകാരം I don't know, but I mean this is what he did, but that worked. We are talking about a new generation, okay? അതിപ്പോ കുട്ടികളെ മാത്രം പറയുന്നൊന്നുമല്ല. I was taken by surprise while I was talking to this family in my counseling center the other day. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ ഭർത്താവിന്റെ വഴിവിട്ട പോക്ക് ഭാര്യ കയ്യോടെ പൊക്കി. He was caught red-handed in an extramarital affair. അപ്പൊ ഇരിക്കുക രണ്ടുപേരും കൂടെ. അപ്പൊ ഈ ഭാര്യ ഇരുന്ന് കരഞ്ഞ്, ഞാൻ ഇത്രയും വിശ്വസിച്ച എന്റെ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തല്ലോ സാറേ എന്നൊക്കെ പറഞ്ഞിരുന്ന് കരയുമ്പോ ഈ ഹസ്ബൻഡ് പറയാ, why is she bothering too much, sir? I am fulfilling my responsibility as a husband to her also. Then why should we worry about my extra affair? എന്തുവാ പറയണ്ടത് നിങ്ങൾ പറ, അല്ലേ? ഇത് കേട്ട നമുക്ക് എന്ത് തോന്നുന്നു? What are you talking? You're talking about a value system in which you want your wife to accept your sexual immorality with somebody. So what is your value system? What is your ethics? അങ്ങനെയാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നത്, കൺഫ്യൂസ്ഡ് എത്തിക്സ്. അത് ന്യൂ ജനറേഷന്റെ ഒരു പ്രശ്നം. അവര് സ്പിരിച്വാലിറ്റി പ്രതീക്ഷിക്കുന്ന ചിലരില് നേരെ തിരിച്ചുള്ള കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് അവര് പറയുന്നു വെറുതെ. പിന്നെ ഞങ്ങളുടെ ചർച്ചില്, എന്റെ ചർച്ചിൽ കഴിഞ്ഞ ഒരു ദിവസം ചെറുപ്പക്കാരൻ പറഞ്ഞ പോലെ, സാറേ എന്റെ ചർച്ചിൽ അഫയർ ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരിയോ സാറ് കാണിച്ചു തന്നാൽ അന്ന് ഞാൻ എന്റെ അഫയർ നിർത്താം. നമുക്ക് എന്റെടാ, എനിക്കിപ്പോ ഇതിന്റെ തപ്പി നടക്കാൻ പറ്റൂ? നിങ്ങളുടെ ചർച്ചിൽ ആർക്കൊക്കെ അഫയർ ഉണ്ട്? കാരണം വേറൊന്നുമല്ല, ചർച്ചിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തത് ടോക്ക് അബൌട്ട് വാട്ട് ഈസ് റോങ് വിത്ത് ദിസ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ്. അതിനെക്കുറിച്ച് ഒരു അവയർനെസ്. കാരണം അവയർനെസ് ക്ലാസ് എടുക്കണമെന്ന് പറയാൻ കാര്യം എന്നാ, ഇത് ഈ ലോക്ക്ഡൌൺ സമയം വന്നപ്പോഴേക്കും ഓരോന്നോരോന്ന് തമ്മിൽ കണക്ഷനായി. പിന്നെ രാത്രി ഇപ്പൊ ആ സമയത്തൊക്കെ ഇരുന്നോണ്ട് അങ്ങ് ഇമ്മൊറാലിറ്റിയിൽ രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പീപ്പിൾ ആർ കൺസേൺഡ് അബൌട്ട് ഇറ്റ്. ചിലർ പറയുന്നത് സ്നേഹിക്കാനല്ലേ കർത്താവ് പറഞ്ഞത്, പിന്നെന്തിനാ ഇതിനെതിരെ സംസാരിക്കുന്നത്? അത് വേറെ വിഷയം. ഇതൊന്നും അല്ലല്ലോ. ഇതെന്തുവാ? ഞാൻ പറയും, ഓക്കെ, ജസ്റ്റ് ഇമാജിൻ വിത്ത് മീ, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെയും പ്രായപൂർത്തിയായ ഒരു ചെറുക്കനെയും കൂടെ
നിങ്ങളൊരു മുറിക്കകത്തിട്ട് അടച്ച് പൂട്ടി. ആ മുറിക്ക് ഒരു വെന്റിലേഷനും ഇല്ല, ആരും അവരെ കാണുന്നുമില്ല, ഇരുട്ടാണ് മൊത്തം. Do you think there is any possibility of temptation or anything like that? അവരെല്ലാ ദിവസങ്ങളും ഒരു മുറിയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ഒരു സാഹചര്യം, അതും ആ മുറി പൂട്ടിയിടും, ആരും കാണത്തുമില്ല എന്നൊരു സിറ്റുവേഷൻ. 100% പ്രൈവസിയും യൂത്ത്ഫുൾനെസ്സും. Don't you think there will be temptation? മനുഷ്യനാണെങ്കിലും ഉണ്ടാവും അല്ലേ? Yeah, that's what you conclude, right? അല്ല, സത്യത്തിൽ അതല്ലേ രാത്രി 11:30 കഴിയുമ്പോൾ റൂമിൽ കയറി കഥ കടച്ച് കുറ്റിയിട്ടേച്ച് ഈ ഫോണിലേക്ക് കയറുമ്പോൾ 100% പ്രൈവസി അല്ല ഇവിടെ ഉള്ളത്. ഇനി നിങ്ങൾ മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ആൾ ഇതുപോലെ 11:30 ആയപ്പോൾ റൂമിൽ കയറി കഥ കടച്ച് കുറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ 100% പ്രൈവസി അല്ല. ഇത് ഈ ചീറ്റിങ്ങും എന്നെ തേച്ചു എന്നും പറഞ്ഞേച്ചും പ്രശ്നത്തിലാകപ്പെട്ട കൗൺസിലിംഗിൽ വരുമല്ലോ. But then I will ask, generally I ask this question to these people who come for counseling, okay? What is hurting you the most? You put that person in the place of your partner and you lived like that for so long. Now this person has developed some other affair and you are cheated. And you, end up in this counseling set. Now, what is hurting you the most? Is it that you engage into some physical relationship that is hurting you the most? എന്റെ PhD-ക്ക് വേണ്ടി ഞാൻ MG യൂണിവേഴ്സിറ്റിയിലാണ് PhD ചെയ്തത്, ഇവിടെ കോട്ടയത്ത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ പഠിച്ചത് 1500 കൗമാരക്കാരെയാണ് പഠന വിധേയമാക്കിയത്. എന്റെ പേഴ്സണൽ സ്റ്റഡിയിൽ 63.7% ഓഫ് ദി ടീനേജേഴ്സ് കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് ഞാൻ സംസാരിച്ച 1500 കൗമാരക്കാരിൽ 63.7% കൗമാരക്കാർ പറഞ്ഞു ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവര് സെക്ഷൽ ഇമ്മൊറാലിറ്റിയിലേക്ക് എക്സ്പോസ്ഡ് ആണ്. Some sort of abuse. So you tell me, you get into an affair and then you believe you are able to, maintain your spirituality, but tell me whether adultery is happening in your imagination, in your texting, whether it is turning out to be sexting or not. Yeah, I'm just giving it some insights, okay? നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാനിത് ഒരു ഉട്ടോപ്യൻ വേൾഡിൽ നിന്നോട് സംസാരിക്കുകയല്ല. I'm just saying there is a confused ethics. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചില ആളുകൾ വിചാരിക്കുന്നത് ഞാൻ ഈ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ I can be spiritual also. ഇത് വിസ്ഡം ലിറ്ററേച്ചറിൽ പറഞ്ഞ പോലെ മടിയിൽ തീ കൊണ്ടുപോവുകയും പൊള്ളാതിരിക്കുകയും ചെയ്യാവുന്ന ഒരാൾ വിചാരിച്ചാൽ നടക്കും? ഇല്ല, അത് രണ്ടും കൂടെ നടക്കും. പിന്നെ നമുക്കൊക്കെ ഉള്ളൊരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ചില ഓമന പേരുകളുണ്ട് ഈ പാപങ്ങളെ. ചിലർ പറയുന്ന ബലഹീനത, തെറ്റുകുറ്റങ്ങൾ. So funny to listen to. പ്രാർത്ഥന ഈവനിങ്ങിൽ ഒരു ചടങ്ങാണ്, അത് വേറെ വിഷയം. അപ്പൊ ഈ ചടങ്ങിൽ പറയുന്ന കർത്താവെ, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുവശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണേ. ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഞങ്ങൾക്ക് അറിയത്തില്ല ഉണ്ടോ അല്ലയോ എന്ന്. ഇനിയിപ്പോ ദൈവത്തിനും എല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചു വിട്ട്. കമോൺ, ഇത് ആരോടാ പറയുന്നത് അല്ലേ? ഇന്നലെ പ്രാർത്ഥിച്ച അതേ സെനൻസ് ഇന്നും പ്രാർത്ഥിക്കും, അതേ സെനൻസ് ഒന്നും കൂടെ ആവർത്തിച്ച് പറയുന്ന ആള്. എന്നാ പിന്നെ എഴുതി തയ്യാറാക്കി അങ്ങ് വായിക്കും അല്ലേ? I'm just saying. So we see something totally different. ഒരു ന്യൂ ജനറേഷനെ കുറിച്ച് സംസാരിക്കുമ്പം ഇന്ന് കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവ് അന്നേ പറഞ്ഞു ഇതിനെക്കുറിച്ച്. ഞാനിത് എന്നെ മാറ്റി നിർത്തിക്കൊണ്ടല്ല പറയുന്നത് കേട്ടോ, എന്നെ മാറ്റി നിർത്തിക്കൊണ്ടല്ല പറയുന്നത്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒന്നെടുത്ത് രണ്ടാം വാക്കിന് വരുന്ന വാക്കുകളുണ്ടല്ലോ. ഞാൻ ഈ ഫാമിലി കൗൺസിലിങ്ങിലൊക്കെ ഏർപ്പെടുന്നതുകൊണ്ട് ഒത്തിരി പേരുടെ കയ്യിൽ നിന്ന് ഞാനിത് കേൾക്കാറുണ്ട്. ഒരു ഭാഗത്ത് വലിയ സ്പിരിച്വലാ, പക്ഷെ നാവ് തുറന്ന വരുന്ന വാക്കുകൾ എന്റെ പൊന്നെ, something is wrong at the foundational level, at the very foundational level. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിലെ തലമുറയെ, whether you are talking about young people or middle adults or whoever you are talking about, this new generation understanding of spirituality has gone somewhere wrong. ഈ പറയുന്ന കൊച്ചു കുട്ടികൾ പോലും
ഓക്കെ, നമുക്കിതൊന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഐ മീൻ വി ആർ ഹെൽപ്ലെസ്. ഐ അണ്ടർസ്റ്റാൻഡ്. മൊബൈൽ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. വൈഫൈയും ലാപ്ടോപ്പും കൊടുക്കാതിരിക്കാൻ ഇറ്റ്സ് ഓക്കെ. ഐ മീൻ ഐ എം സേയിങ് ദിസ് പാർട്ട് ഓഫ് ദെയർ സ്റ്റഡി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഇതങ്ങ് ചെന്ന് അവരെ ഫോർമേഷൻ മുഴുവനും അവനങ്ങ് ഏറ്റെടുത്തിരിക്കുക പിശാച്. ആവർത്തന പുസ്തകത്തില് ഒരു വേദഭാഗമുണ്ട്. നിന്റെ മക്കളെ 6-ാം അധ്യായം 7-ാം വാക്യം ഈ ചട്ടങ്ങളും പ്രമാണങ്ങളും വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവരോട് ഇതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അയ്യോ, എന്നാ ബോറിംഗ് ആയില്ലേ? Imagine your parents are talking to you God's word every time you are at home. Imagine your parents are talking to you God's word at the time you try to sleep. When you walk together for an evening walk or you go to the park, all the time they speak God's word, God's word, God's word. How would you respond? നടക്കാൻ പോവാൻ പപ്പ, പക്ഷെ എന്നോട് വചനം പറയും എന്നാലേ ഞാൻ പറഞ്ഞു അല്ലേ? ലൈക്ലി ടു റെസ്പോണ്ട് ലൈക്ക് ദാറ്റ് അല്ലേ? സച്ച് എ ബോറിംഗ് തിങ്. പക്ഷെ ആവർത്തന പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞേക്കുന്നേ. വൈ? ദ റീസൺ ഈസ് മറ്റേ പുള്ളി 24/7 ആക്റ്റീവ് ആണ്. നിരുപദ്രവകരമായിട്ട് യൂട്യൂബില് എന്തോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. I mean, it's not very dangerous thing. It was something okay. Or in that Facebook, or in that reel, or in that Instagram, ഇങ്ങനെ ആ ഷോർട്ട് വീഡിയോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് കയറി വന്നു. അവൻ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുക പിശാച്. ഇടയ്ക്ക് മറ്റേ സംഭവം അങ്ങ് പോപ്പപ്പ് ചെയ്ത് വന്നു. അപ്പൊ ഇതിങ്ങനെ പോപ്പപ്പ് ചെയ്ത് വന്നപ്പോ നമ്മള് ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും കാണുന്നില്ല. കർത്താവ് ഇച്ചിരി നേരം കണ്ണടച്ച് നിന്നേക്കണെന്ന് പറഞ്ഞാൽ അത് കണ്ടങ്ങ് ആസ്വദിച്ചു. അപ്പൊ ഇതിൽ മൊത്തം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാ വെച്ചേക്കുന്നത്. അപ്പം ഇത് നമ്മൾ കണ്ട് ആസ്വദിച്ചത് ഇത് നേരെ സെർവറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിടിച്ചെടുത്തു. നമ്മുടെ ഇൻട്രസ്റ്റ് ഇതാണെന്ന് മനസ്സിലായി. വീഡിയോ തുറന്നാൽ പിന്നെ ഇതേ കാണത്തുള്ളൂ. എന്താ കാര്യം? അത് പുള്ളിയുടെ, അതാ ഞാൻ പറഞ്ഞു 24/7 ഈസ് ആക്റ്റീവ്. ഒരു ജനറേഷനെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയാൻ, അവരുടെ അകത്തേക്ക് വിഷം പതയ്ക്കാൻ, with all the toxic influences, he is waiting, lurking at the door. അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. നീയോ അതിനെ ജയിക്കണം. പിടിച്ചു വലിക്കുന്നതാണ്ടോ അപ്പൻ, കൊച്ചു പോകത്തില്ല. കാരണം അവൻ അതിങ്ങനെ അഡിക്റ്റഡാ, അവനങ്ങ് ബൈൻഡ് ചെയ്യപ്പെട്ടിരിക്കുക. നമ്മുടെ ശിംശോന്റെ കാര്യം പറഞ്ഞ പോലെ എന്താ, ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു, അടിമയാക്കി. ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനിവൺ. കഴിഞ്ഞ ഇടയ്ക്കൊരു ഫാമിലി പറഞ്ഞതുപോലെ, സാറേ പഴയ 10ാം ക്ലാസ്സുകാരെല്ലാരും കൂടെ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അപ്പൊ എന്റെ ഹസ്ബൻഡ് അതിലേക്ക് ചേർന്നു. ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ ബോധറാകുന്നത്, പുള്ളി പഴയ 10ാം ക്ലാസ്സുകാർ, അവര് പഴയ ഓർമ്മകൾ, ഓക്കെ, വൈ ഷുഡ് ഐ ബോധർ. പക്ഷെ എന്റെ സാറേ ഇത് ഞാൻ താണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് കയറിയത് ലെവൽ അതിലുണ്ടോന്നാ നോക്കിയത്. പിന്നെ പണ്ട് പുള്ളിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു, അന്ന് പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 15 വർഷമായില്ല. പിന്നെ അവര് തമ്മിലങ്ങ് പേഴ്സണൽ ചാറ്റിങ്. അപ്പോഴും ഞാൻ വിചാരിച്ചു ചാറ്റിക്കോട്ടെ, 10ാം ക്ലാസ്സിലെ ഓർമ്മകൾ പറയും, പുള്ളിക്ക് എന്റർടൈൻമെന്റ് വേണ്ട, നമ്മൾ എന്തിനാണ്. പക്ഷെ ഇത് പോകെ രാത്രി 11:30-12 മണി പുള്ളി ബാൽക്കണിയിൽ ഇരുന്ന് ചാറ്റല്ല, റൂമിലേക്ക് വരത്തില്ല. അവസാനം സഹിയായിട്ട് ഒരു ദിവസം ഞാൻ ഇത് എന്നാ ഈ ചാറ്റുന്നറിയാൻ പതുക്കെ വന്ന ആ ബാൽക്കണി ഡോറ് പുള്ളി അറിയാതെ ഇങ്ങനെ തുറന്ന് പുറകെ കൂടെ ചെന്ന് നോക്കിയപ്പോഴേ ആശാൻ പാട്ട് പാടുക. രാത്രി 12:30 അവളെ പാട്ട് പാടി ഉറക്കുക. കോളറിന് കയറി ഞാനിങ്ങ് പിടിച്ചു. 15 വർഷമായി ഞാൻ കൂടിയിട്ട് ഇന്നേ വരെ എനിക്കൊരു പാട്ട് പാടി തന്നിട്ടില്ല. ഞാൻ കൊണ്ടുവന്നതാ കൗൺസിലിംഗ് സെന്ററിലോട്ട്.
Okay, picture കൊച്ചിന്റെ അവിടെ കൊടുത്തേക്കുന്നത്. But am I talking to families also? 27% of the people said in one of the surveys their family life is affected because of their addiction to pornography in internet. ഇതിനൊരു ദോഷമുണ്ട് കേട്ടോ. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് എക്സ്പോസ്ഡ് ആവുന്ന ഒരു ദോഷമുണ്ട്. Slowly by slowly you compromise with your dopamine, feel good hormone. ആദ്യം ഒരു ചെറിയ എക്സ്പോഷർ മതി, you get excited. But after 1 week or 2, your dopamine production get compromised to that and you don't get that feel good. നീ കൂടുതൽ ഫെറ്റീഷ്യസ് ഒബ്ജക്ട്സ് വേണം. അപ്പൊ അങ്ങോട്ട് കയറി അടുത്ത വീഡിയോസിലേക്ക്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ കിട്ടുന്ന തൃപ്തി കുറെ കഴിയുമ്പോൾ അത് കിട്ടുന്നില്ല. പിന്നെ നേരെ അടുത്ത ലെവലിലേക്ക് കയറി ചെന്ന് ഡീവിയന്റ് ബിഹേവിയേഴ്സിലാണ് ചെന്നേക്കുന്നത്. And they expect the same in their family life, which is impossible. And many family life break apart. എനിക്കറിയൊരു ഫാമിലി ആദ്യത്തെ ദിവസം തന്നെ she was just getting into the room. ഈ പുള്ളി ലാപ്ടോപ്പും തുറന്ന് ഈ അഴുക്ക് വീഡിയോ വെച്ചോണ്ടിരിക്കുക. ഇവിടെ ഇരിക്കി കാണാൻ പറയും. പുള്ളിക്കാരത്തി പെട്ടെന്ന് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ബാൽക്കണിലേക്ക് കയറി. അപ്പൻ താമസിക്കുന്ന 1/2 മണിക്കൂർ ട്രാവലുണ്ട്. ആ മിഡിൽ ഓഫ് ദ നൈറ്റ് അപ്പനെ വിളിച്ചു, പെട്ടെന്ന് ഇവിടെ വരികയാണെങ്കിൽ എന്നെ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ഐ വിൽ ജംപ്. ഇന്ന് രാത്രി അപ്പൻ ചാടിപ്പടിച്ച് വന്നു. I mean, ended up in divorce. Why? Addiction. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ലൈഫിനെ മുഴുവനും സ്പിരിച്വാലിറ്റിയെ മുഴുവനും കാർന്നു തരുന്ന ടോക്സിക് ഇൻഫ്ലുവൻസ്. That's what I'm talking about. I'll just show you a video clip, okay? You have been listening so much. ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം. Everything look the same here. He owns a big chunk of the land around Whittleton Creek. Yeah. Excuse me, sir. Are you a registered Hope you can hear the sound also. I need to tell you about a new candidate who might just change your life. Yes, sir. A total game changer. I'm listening. Go. Oh, no, you don't. Drop the thing in your hand. I understand. This is a computer game. Do something. What's going on here? What happened? I just saw the. Hey. ഈ കീബോർഡിലെ കട്ട ഞെക്കുന്നതിനനുസരിച്ച് Right there. മൂവ് ചെയ്യാണ് ഈ കഥാപാത്രം. വാട്ട് ഈസ് ഹി ഡൂയിങ്? ഈ ഫ്രസ്ട്രേഷൻ തീർക്കലാണ്. കില്ലിങ്, ഷൂട്ടിങ്. What the? Oh no, you don't. There you. ഇതിന്റെ കൂട്ടത്തിൽ പറയുന്ന ചില വാക്കുകളും 3-4 പേര് ചേർന്നാണല്ലോ ഇതുപോലത്തെ അസോൾട്ട് ഗെയിം കളിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ കേൾക്കുന്ന വാക്കുകളൊക്കെ ഭയങ്കര അസഭ്യമായ വാക്കുകളായി. കാണുന്നവരെ മുഴുവനും ഷൂട്ട് ചെയ്യാം, കാണുന്നവരെ മുഴുവനും കൊല്ലുകയാണ്. മനസ്സിനകത്തേക്ക് നിറയ്ക്കുന്നത് മുഴുവൻ അഗ്രഷനാണ്. Well, I saw one of those security people from Mr. Janice's house, and I'm pretty. Hey, buddy, this area is smart move. ഇത് ഒരുപക്ഷെ മുതിർന്ന പലർക്കും ഇത് കാണുമ്പോൾ മനസ്സിനെ വല്ലാതെ ഇത് ബാധിക്കുന്നതാകാം. ലൈക്ക് our mind is tuned in such a way that we cannot accept this kind of violence. Oh, okay, great. It's just that you're talking about a generation, they enjoy it, you know. Security people from Mr. Janice's house. Whoa! ആളുകളെ കൊല്ലുന്നത് Come in. എൻജോയ് ചെയ്യാം. Shit. He's over there. അപ്പൊ ഇതില് ലൈഫിന് വേണ്ടി പ്ലീഡ് ചെയ്യുന്ന ഒരാള് വാട്ട് ഡിഡ് ഐ ഡു ടു ഡിസർവ് ദിസ് എന്ന് ചോദിക്കുന്നു. See, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ഗെയിം, ഇതിപ്പം ഹിറ്റ്മാൻ ഗെയിമാണ്, ഇല്ലെങ്കിൽ പബ്ജി ആകട്ടെ, ഫ്രീ ഫയർ ആകട്ടെ, എന്തും ആകട്ടെ, ഇതൊരു 1/2 മണിക്കൂർ കളിച്ചു കഴിയുമ്പോഴേക്ക് എത്ര പേരെ കൊല്ലുന്നത് അല്ലേ? അപ്പൊ നമ്മൾ പറയും, അതിപ്പോ നമ്മൾ അത്ര പരിഗണിക്കേണ്ട കാര്യം എന്താ, അത് ഭാവനയിലല്ലേ, ഭാവനയിൽ why should we bother about that? Okay,
മൈ ക്വസ്റ്റ്യൻ, നിങ്ങൾ രാത്രി കിടന്നുറങ്ങും, അപ്പൊ നിങ്ങളൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരു എലിഫന്റ് പാഞ്ഞു വരികയാണ്. നിങ്ങൾ ജീവനം കൊണ്ട് ഓടി, പക്ഷെ ഒരു വേരിൽ തട്ടി നിങ്ങൾ വീണു. അപ്പൊ എലിഫന്റ് വന്ന കൊമ്പ് നിങ്ങളുടെ ദേഹത്തിട്ട് കുത്തി ഇറക്കാൻ പോകുന്ന ആ നിമിഷം നിങ്ങൾ ചാടി എഴുന്നേറ്റ് ഉറക്കത്തിൽ. ആ സമയത്ത് നിങ്ങളെ നോക്കണം. ഇങ്ങനെ ഏതാ അണക്കിയ വേർക്കോ, ഇച്ചിരി വെള്ളം എന്താ കാര്യം? നേരെ ഓടുകയായിരുന്നു. നിങ്ങൾ ഓടുകയല്ലായിരുന്നു, നിങ്ങൾ കിടന്നുറങ്ങുമായിരുന്നു. അല്ല, സ്വപ്നത്തില്. അപ്പൊ സ്വപ്നത്തിൽ ഭാവനയിൽ കാണുന്നതിന് യാഥാർത്ഥ്യത്തിൽ നടന്നതിന്റെ സെയിം ഇഫക്റ്റ് ആണുള്ളത് അല്ലേ? അതിന് മുമ്പ്, ഈ കൊറോണയ്ക്ക് മുമ്പ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, എല്ലാവരും ബസ്സൊക്കെ കയറാൻ നിൽക്കുക. അപ്പം ഒരു ചെറുപ്പക്കാരൻ അപ്പുറത്ത് മൊബൈലിൽ കുത്തി ഇരിപ്പുണ്ടോ. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. പുറകിൽ നിന്നൊരു വിളി, കൊല്ലടാ, തീർക്കടാ, കൊണ്ടുവരുന്നടാ, തീർക്കടാ. ആൾക്കാർ മുഴുവൻ വിചാരിച്ചു കണ്ണൂർ മോഡൽ കൊലപാതകം നടക്കാൻ പോവാം. ചെതറി ഓടാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇവൻ ഫോണിലായി പറയുന്നത്, പബ്ജി കളിക്കുക. എൻഡ് റിസൾട്ട് അഗ്രഷൻ. കാരണം ഈ രണ്ട് കണ്ണിലൂടെയും അകത്തോട്ട് ഫീഡ് ചെയ്തത് അഗ്രഷനായിരുന്നു. ഞാനിത് പറയുമ്പം, ഞാൻ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പം നേരത്തെ പാസ് സൂചിപ്പിച്ച പോലെ ഞാനൊരു മൊണോട്ടോണസ് സ്റ്റോക്ക് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് പകരം പ്ലീസ് ടൈപ്പ് യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ വേണമെങ്കിൽ പേഴ്സണലായിട്ട് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ പേഴ്സണലായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ പേര് പറയത്തില്ല. യു ക്യാൻ സെൻഡ് എ ഡയറക്റ്റ് മെസ്സേജ് ക്വസ്റ്റ്യൻ. ഓക്കെ, and I assure you that I will not reveal your name. You can ask questions for yourself, for others, what you have observed and things, so that it will be interactive. Yeah. അപ്പൊ ഇവിടുത്തെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. Now, 3 പദങ്ങൾ ഞാനിവിടെ എഴുതുന്നുണ്ട്. ഒന്ന് അറ്റൻഷൻ, 2 റിറ്റൻഷൻ, 3 റീപ്രൊഡക്ഷൻ. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം. 3 പദങ്ങളാണ്: അറ്റൻഷൻ, റിറ്റൻഷൻ, റീപ്രൊഡക്ഷൻ. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ സൂക്ഷിക്കുന്നു. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ ഭയങ്കര സ്വാധീനം ചെലുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ പദം. ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. വീട്ടിലിരിക്കുമ്പോ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം, വഴി നടക്കുമ്പോ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം, കിടക്കുമ്പോ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം, എഴുന്നേൽക്കുമ്പോ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. 24/7. Yeah. Somebody typed a question, but there is no question, only a dot. Yeah. Please type your question and send. Yeah. Okay. ഈ നമ്മുടെ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് think about a small baby. ഇവിടെ സ്മോൾ ബേബീസ് ഉണ്ടോ? ഏതെങ്കിലും വീട്ടിൽ സ്മോൾ ബേബീസ് കാണുമല്ലോ, അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്നതിൽ. ഒരു കൊച്ചു കുഞ്ഞെന്ന് വിചാരിക്കുക. ഒരു കൊച്ചു കുഞ്ഞിനെ നിങ്ങൾ എടുത്താല് ആ കൊച്ചിന്റെ സ്വഭാവം ശരിക്കും പറഞ്ഞാല് ഒന്നും എഴുതാത്ത ഒരു എംപ്റ്റി സ്ലേറ്റ് പോലെയാണ്. ഒന്നും എഴുതിയിട്ടില്ലാത്ത, അതാണ്ട് ഇവിടെ ഒരു എംപ്റ്റി സ്ലേറ്റ് കാണും. സ്വഭാവത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഒന്നും എഴുതിയിട്ടില്ലാത്ത എംപ്റ്റി സ്ലേറ്റ് പോലെ. ഇതിൽ ആദ്യം എഴുതുന്നത് ആരായിരിക്കും എന്നറിയാമോ? അമ്മയായിരിക്കും അല്ലെ? ആദ്യത്തെ യൂണിവേഴ്സിറ്റി അമ്മയാണ്, അപ്പനാണ്. പിന്നെയാണ് ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ അതിൽ എഴുതുന്നത്. ഇനി ഞാനിവിടെ ഒരു കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ എഴുതി കാണിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 1, if a child lives with criticism, he or she learns to condemn. അല്ലെ? വിമർശനം തന്നെ കേട്ട് വളരുന്ന ഒരു കൊച്ച്
വിധിക്കാൻ പഠിക്കും. അതല്ലേ പഠിക്കത്തുള്ളൂ. ഇനി എപ്പോഴും ഈ എതിർപ്പ്, അടി, തല്ല്, ഇത് തന്നെ കണ്ടും കേട്ടും വളരുന്ന ഒരു കൊച്ചു എന്തോ പഠിക്കും? ഫൈറ്റ് ചെയ്യാൻ പഠിക്കും. നിങ്ങൾ ഓർക്കുന്നോ ഇന്ത്യൻ സൈന്യം ബാലാക്കോട്ട് ആക്രമണം നടത്തിയില്ലേ? അപ്പൊ അവിടെ കൊല്ലപ്പെട്ടവരിൽ കൗമാരക്കാരുണ്ടായിരുന്നതാണ്. കാരണം ഈ ടെററിസ്റ്റ് ക്യാമ്പ് ഉണ്ടല്ലോ, അവിടെ ടീച്ച് ചെയ്യുന്നത് മുഴുവൻ ഇൻഡോക്ട്രിനേഷനാണ്. It was John B. Watson who said, "Give me a child and tell me whom this child must become." ഈ കൊച്ചിനെ ഒരു സെയിന്റ് ആക്കണോ? ഞാൻ ആക്കാം. By writing some message in the heart of the child. No, you want to make this child a doctor? I can make him. Make her. No, you want me to make this child a terrorist? I can do that. I can do that. ഒരു ഡീവിയന്റ് ബിഹേവിയർ ഉള്ള ഒരു കൊച്ചിനെ നിങ്ങൾ കാണുന്നുവെങ്കിൽ ഐ എം ഷുവർ ഒരു ഡീവിയൻ ഫാമിലി അതിന്റെ പുറകെ കാണും. ഞാൻ സംസാരിച്ചിട്ടുള്ള പല ആളുകളുടെ അനുഭവം വെച്ച് ഞാൻ പറയാം. ഇവിടെ മുണ്ടക്കയത്ത്, കോട്ടയത്തിനടുത്ത് മുണ്ടക്കയത്ത് കൗമാരക്കാരൻ ഒരു എത്രയാ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ എങ്ങാണ്ട് റേപ്പ് ചെയ്തു എന്നും പറഞ്ഞൊരു ഭയങ്കര പ്രമാദമായൊരു കേസ് ഉണ്ടായി. ഐ ഡോണ്ട് നോ വെദർ യു റിമെമ്പർ ഇറ്റ് ഓർ നോട്ട്. അതില് media people started to write and write and write, and I came across this boy's parents. They were living together. രണ്ടുപേരും 2-3 കുടുംബജീവിതം കഴിഞ്ഞിട്ട് ലിവിങ് ടുഗദർ. അപ്പൊ ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ there is no value maintained in the house. അതായത് കിട്ടേണ്ട സമയത്തെ നല്ല ഓറിയന്റേഷൻ കിട്ടി വളരാൻ പറ്റാത്തത് കൊണ്ട് അവിടെയാണ് ഇവിടെ ഇരിക്കുന്ന പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ള റെസ്പോൺസിബിലിറ്റിയിലേക്ക് ഞാൻ വരുന്നത് കേട്ടോ. നിങ്ങളുടെ മക്കള് ഡോക്ടറും എഞ്ചിനീയറും ആകട്ടെ, ഐ അപ്രീഷിയേറ്റ്. മഞ്ഞു പൊഴിയുന്ന നാട്ടിൽ പോകാൻ പ്രാർത്ഥിച്ചു, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. പക്ഷെ ആരേലും ഒക്കെ എന്റെ ദൈവമേ എന്റെ മക്കള് ആത്മീയരായിട്ട് വളരണേ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ എഴുന്നേക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക കേട്ടോ. ഞാൻ അതിലേക്ക് വരാം. സോ ഇഫ് എ ചൈൽഡ് ലിവ്സ് വിത്ത് ഫിയർ, ഭയത്തിൽ വളരുന്ന ഒരു കുഞ്ഞ് മൊത്തം പേടി ഭയവുമായിട്ട് വളരും, അത്രേ ഉള്ളൂ. അസൂയയിൽ വളരുന്ന ഒരു കുഞ്ഞ് ഗിൽറ്റ് ഫീലിംഗ് ആയിട്ട് വളരും. അസൂയ ആ പശ്ചാത്തലത്തിൽ വളരുന്ന ഒരു കുഞ്ഞ് കുറ്റബോധം പഠിക്കും. എന്നാൽ പ്രോത്സാഹനം കിട്ടി വളരുന്ന കുഞ്ഞ് നല്ല ആത്മവിശ്വാസമുള്ള കുഞ്ഞായിട്ട് വളരും. ഞാന് ഒരു ചർച്ചിലെ പാസ്റ്ററും കൂടെയാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചില് ഈ കോവിഡ് കാലത്തിലൊക്കെ മുമ്പത്തെ കാര്യം പറയുന്നത് കേട്ടോ. എന്തെങ്കിലും നല്ല കാര്യം പറയണേ കോവിഡിന് മുമ്പ് എന്നൊക്കെ ചേർത്ത് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. കാരണം പല നല്ല കാര്യങ്ങളും കോവിഡ് എടുത്തു കളഞ്ഞു. ഞാന് ഈ ആരാധന കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യും. നമ്മൾ ഇറങ്ങിയ ആളുകളോട് സംസാരിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ആഴ്ചകൾ ഒരു കാര്യം ചെയ്തു. കൊച്ചു കുട്ടികളുണ്ടല്ലോ, ഈ കൊച്ചു കുട്ടികളെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, നേരെ അടുത്തേക്ക് ചെന്ന് അവരെ ഒന്ന് ചേർത്ത് നിർത്തും, ഇല്ലെങ്കിൽ തോളത്ത് 2 തട്ട് തട്ടും. ഗുഡ് ബോയ്, ഗുഡ് ഗേൾ, ചുമ്മാ ഒരു അഭിനന്ദനം അങ്ങ് പറയും. ഏയ് നല്ല ഡ്രസ്സാ കേട്ടോ, ഗുഡ് ബോയ്. നിങ്ങൾക്കറിയാമോ, ഒരു 4-5 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ചർച്ചിൽ സംഭവിച്ചത്, ഞാൻ സഭായോ ആശീർവാദം പറയുന്നത് എന്റെ മുമ്പിൽ ഒരു നേരം കുട്ടികൾ ഓടി വന്ന് നിൽക്കുകയാണ്. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ കാത്തേക്ക് എന്താ, വേറൊന്നുമല്ല, ഒരു ഹഗ്, ഒരു പാറ്റ് ഓൺ ദ ഷോൾഡർ, എ വേർഡ്. അതൊരു സ്ഥിരം പ്രാക്ടീസായി. അത് കഴിഞ്ഞ് ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, സൂം മീറ്റിംഗില് ആരാധന പ്രാർത്ഥിച്ച് ആശ്വാസം കഴിഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് അൺമ്യൂട്ട്, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ അങ്കിൾ, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ അങ്കിൾ. കൊച്ചുകുട്ടികളാണ്.
ഞാൻ പറഞ്ഞു വരുന്നത് അവർ ഇമോഷണൽ സ്പോഞ്ചസ് കേട്ടോ. കൊച്ചുകുട്ടികളെ സ്പോഞ്ചിന്റെ സ്വഭാവം എന്താ? എത്ര വെള്ളം ഉണ്ടെങ്കിലും ഇങ്ങ് വലിച്ചെടുക്കുന്ന പോലെ കുട്ടികള്. നിങ്ങൾ അവരിലേക്ക് പ്രോത്സാഹനം കൊടുത്താൽ അവർ നല്ല കോൺഫിഡൻസ് ഉള്ള മക്കളായിട്ട് വളരും. ഇനി അവർക്ക് നല്ല പ്രശംസ കൊടുത്താൽ അവര് മറ്റുള്ളവരെ പ്രശംസിക്കാൻ പഠിക്കും. ഇത് കിട്ടാത്തതുകൊണ്ടാണ് എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, എന്റെ പോലെ നല്ലതാന്ന് പറയണം. എവിടെ ഏതാ ഷർട്ടിന്റെ പോക്കറ്റിൽ ആ പേന ചോർന്ന ഒരു ഇച്ചിരി മഷിയായ എന്നാ പറ്റി പേന ചോർന്നല്ലോ, സകലരും ചൂണ്ടിക്കാണിക്കും. എന്നാ 3500 രൂപ കൊടുത്ത് വാങ്ങിച്ച ഷർട്ടാ. ആദ്യമായിട്ട് അത്രയും വില കൊടുത്തൊരു ഷർട്ട് വാങ്ങിക്കുന്നത്. ഇത് കിട്ടാണ്ട കല്യാണത്തിന് പോയത്. ഒരു മനുഷ്യൻ വന്നേച്ച് നന്നായിട്ടുണ്ട് കേട്ടോ, എവിടെ അവസാനം ഗതി കെട്ട് നമ്മൾ ചോദിക്കും, അതെ എങ്ങനെയുണ്ട് ഷർട്ട്? ആ കുഴപ്പമില്ല, എങ്ങാണ്ട് വലിയ കുഴപ്പം വരാനിരുന്നുള്ള ലെവലിലാ ഈ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മക്കളെ നല്ല കാര്യം കാണുകയാണെങ്കിൽ അത് പറയാൻ മടിക്കണ്ട. അവര് ചില പാരന്റ്സ് പറയുന്നത്, കൊച്ചുങ്ങളെ പുകഴ്ത്തി പറഞ്ഞ് അവര് സ്പോയിലായി പോകും. എവിടെ ഞങ്ങള് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. എന്റെ അപ്പനപ്പൂപ്പൻ തെറ്റ് കണ്ടാൽ ചാടി ഞങ്ങൾ കാര്യം പറയും. അത് മുഖം നോക്കത്തില്ല. അത് ഞങ്ങൾക്കുള്ള ക്വാളിറ്റി. ഓക്കെ, വെരി ഗുഡ് ക്വാളിറ്റി. നല്ലത് കണ്ടാലോ അങ്ങനത്തെ ക്വാളിറ്റി പഠിച്ചിട്ടില്ല. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കേ, അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നു. ഒത്തിരി മക്കളുണ്ടായിരുന്നു കെതൂറയിൽ നിന്നൊക്കെ പിന്നെ. പക്ഷെ ഇസ്മായേലും ഇസ്ഹാക്കും. പക്ഷെ ഇസ്ഹാക്കിനോട് അബ്രഹാം നല്ല പാർഷ്യാലിറ്റി കാണിച്ചു. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഇനിയും ചോദ്യങ്ങൾ വരട്ടെ കേട്ടോ. നല്ല പാർഷ്യാലിറ്റി കാണിച്ചു. ഇത് കണ്ടു വളർന്ന ഇസ്ഹാക്കിന് 2 മക്കള്, ഏശാവും യാക്കോവും. ഇതില് ഏശാവിനോട് ഇസ്ഹാക്ക് കടുത്ത പാർഷ്യാലിറ്റി കാണിച്ചു, ഇല്ലേ? ഇത് എവിടുന്നാ പഠിച്ചത്? അബ്രഹാമിന് കണ്ടുപിടിച്ചു, അല്ലാതെ എന്തോ. ഇത് കണ്ടു വളർന്ന യാക്കോബിന് എത്ര മക്കളുണ്ടായിരുന്നു? 12 അല്ല 13. പെങ്കൊച്ചിനെ വിട്ടുകളയാണ്. അതിലെ ഒരു കൊച്ചിനോട് പുള്ളിക്ക് ഭയങ്കര പാർഷ്യാലിറ്റി. ആരോടാ? ആണ്ട് കിടക്കുന്നു, യോസേഫിനോട്. ഇത് എവിടുന്നാ പഠിച്ചത്? അത് അപ്പൻ ഇസ്ഹാക്കിന്ന് പഠിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അഭിനന്ദിച്ച് കുട്ടികളിലേക്ക് നമ്മൾ അഭിനന്ദനം കൊടുത്താൽ അവർ മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ പഠിക്കും. അംഗീകാരം കിട്ടി വളരുന്ന കൊച്ച് സ്വയം ഇഷ്ടപ്പെടും. ചില കുട്ടികളില്ലേ, അവർക്ക് അവരെ തന്നെ ഇഷ്ടമില്ല. ഒരാൾ ഇവിടെ കൗൺസിലിങ്ങിന് വന്നപ്പോ പറയാ, ഞാൻ കണ്ണാടി നോക്കാറില്ല സാർ. വാട്ട്? കണ്ണാടി നോക്കാറില്ല? അപ്പൊ മുടി ചെയ്യുന്നു, അതൊരു ഉദ്ദേശം വെച്ചങ്ങ്. എന്താ കണ്ണാടി നോക്കാത്തത്? ഐ ഡോണ്ട് ലൈക്ക് മൈസെൽഫ്. ഏതാ നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിയായിരുന്നു പറയുന്നത്. ഐ ഡോണ്ട് ലൈക്ക് മൈസെൽഫ്. വൈ യു ഡോണ്ട് ലൈക്ക് മൈസെൽഫ് യുവർ സെൽഫ്? സംസാരിച്ചു വന്നപ്പോ എന്തുവാ? ചെറുപ്പത്തിലെ തൊട്ട് വീട്ടിനകത്ത് കിട്ടിയ ഹരാസ്മെന്റ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഈ കൊച്ചിന് ഐ എം ഗുഡ് ഫോർ നത്തിങ് എന്നുള്ളൊരു മെസ്സേജിലാണ് ചെന്ന് എത്തിച്ചത്. അപ്പൊ മനസ്സിനകത്ത് സ്വയം ഇഷ്ടമല്ല, പിന്നെ എങ്ങനെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക? ദിസ് പേഴ്സൺ ഈസ് അണേബിൾ ടു ട്രസ്റ്റ് എനിബഡി. വൈ? ബിക്കോസ് ഷി വാസ് നോട്ട് ടോട്ട് ലൈക്ക് ദാറ്റ്. ഈ യഹൂദന്മാര് ബിസിനസ് ചെയ്യാൻ ഭയങ്കര പാർട്ടികളാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഭയങ്കര ബിസിനസ്സുകാരാണ്, ഭയങ്കര ബുദ്ധിയാണ്. ഒരു ഫണ്ണി സ്റ്റോറി ഉണ്ട് അവരെ കുറിച്ച്. ഒരു യഹൂദൻ തന്നെ മോനെ ബിസിനസ് പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഈ ഫണ്ണി സ്റ്റോറി ആയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഈ അപ്പൻ കൊച്ചിനെ പിടിച്ച് ഒരു മതിലിന്റെ മണ്ടയ്ക്ക് നിർത്തും. എന്നിട്ട് പറയും, മോനെ ചാടിക്കോ എന്ന് പറഞ്ഞിങ്ങനെ കൈ വിരിച്ചു പിടിക്കും. അപ്പൊ കൊച്ചു മതിലിന്റെ മണ്ടയ്ക്ക് വന്ന് അപ്പന്റെ കയ്യിലോട്ട് ചാടും. ചാടുന്ന നിമിഷം അപ്പൻ കൈ താത്തി തിരിഞ്ഞങ്ങ് നടക്കും. അപ്പൊ കൊച്ചു താഴെ പുൽത്തടിയിലോട്ട് വീഴും. കൊച്ചിന്റെ ശരീരം വേദനിക്കും, അവിടെ കിടന്ന് കരയും.
അപ്പൊ ഈ അപ്പം തിരിച്ചു വന്നേച്ച് പറയും, മോനെ, ബിസിനസ്സിലെ ഒന്നാമത്തെ പാഠം സ്വന്തം തന്തയെ പോലും വിശ്വസിക്കരുത്. അല്ല, നിങ്ങൾ പറ, ഇത് കേട്ട് വളരുന്ന കൊച്ച് എങ്ങനെ മറ്റുള്ളവരെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കും? അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, തമ്പുരാൻ കർത്താവിന് ചില പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി, ചില ദൈവപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ആദ്യം തമ്പുരാൻ ഇത് ആരംഭിക്കുന്ന ഈ പാരൻസിൽ നിന്ന്. പാരൻസിൽ നിന്നാണ് ആദ്യം ആരംഭിക്കുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് അവതരിക്കാൻ വേണ്ടി ഒരു കുടുംബത്തെ തെരഞ്ഞെടുത്തില്ലേ? മറിയ. മറിയ എന്ന് പറയുന്ന ആള് ദൂതൻ നേരിട്ട് ഇറങ്ങി വന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അയ്യോ, ഇതെന്തൊരു വന്ദനം! നീ ഗർഭിണിയാകും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ. ഇവിടെ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന സഹോദരിമാര് നാളെ രാവിലെ വെളുപ്പിന് 5:30 അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ഒരു ദൂതൻ അവിടെ ഇറങ്ങി വന്നിച്ച് നിങ്ങളുടെ പേര് വിളിക്കുകയാണെങ്കിൽ എന്തോ സംഭവിക്കും? നമ്മളൊക്കെ ഓടുന്ന വഴിക്ക് പുല്ല് നടക്കത്തില്ല. കാരണം നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ കണ്ടിട്ടില്ല ദൂതൻ, നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. കല്യാണം കഴിക്കാത്ത ഇവിടെ ഇരിക്കുന്നത് ആ പിള്ളേരോട്, ഇതാണ് ആ മോളുടെ അടുത്ത് ദൂതൻ ഇറങ്ങി വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ കൊച്ചെന്ത് ചെയ്യും? പൊക്കോണന്റെ മുമ്പേന്ന് പ്രഗ്നന്റ് ആവുന്നു, ചെരുപ്പൂരി അടിക്കും ഞാൻ എന്നൊക്കെ ചിലപ്പോ. ജസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്ന ഈ മറിയ അവരുടെ വീട്ടിൽ അത്ര she was into a level of spirituality where she was expecting the presence of angels in the house. ഇനി ആ യോസെഫിന് വെറുതെ അല്ല ആ കുടുംബം തെരഞ്ഞെടുത്തത്. He was betrothed to get married. അന്ന് യഹൂദന്മാരുടെ രീതി അനുസരിച്ച് കല്യാണം അല്ല വലുത്, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ കാരണം അതാ. എൻഗേജ്മെന്റ് ആണ് വലിയ കാര്യം, ഒഫീഷ്യാലിറ്റി തന്നെ എൻഗേജ്മെന്റ്. ഇപ്പം കല്യാണം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഒരുമിച്ച് കൂടി വരാനുള്ള ചടങ്ങെന്നേ ഉള്ളൂ. സോ എൻഗേജ്മെന്റ് ഈസ് മേക്കിംഗ് ദം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈവൻ ദോ ദേ ഡോണ്ട് ലിവ് ടുഗദർ അൺടിൽ ദ ഡേ ഓഫ് മാരേജ്. അപ്പോ ഒരു ദിവസം നമ്മുടെ ഇന്നത്തെ ലാംഗ്വേജ് പറയാ കേട്ടോ, മറിയെ വിളിച്ചു പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്നോട് ക്ഷമിക്കണം. എന്നാ? ഞാൻ പ്രഗ്നന്റ്. വാട്ട്? ആ ഇരിക്കുന്ന ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, കല്യാണം കഴിക്കാത്ത ആ പാർട്ടിയോട് ചോദിച്ചു, നിനക്ക് നാളെ ഒരു പെങ്കൊച്ചുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു, പെങ്കൊച്ച് കേരളത്തിൽ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പൊ ലീവിന് നാട്ടിൽ വരുമ്പോ വേണം കല്യാണം നടത്താൻ. എൻഗേജ്മെന്റ് ഒക്കെ ബാക്കിയെല്ലാം ഉറച്ച് ഇരിക്കുക. ഇനിയിപ്പം ഒരു ദിവസം എൻഗേജ്മെന്റ്, 3-ാം ദിവസം കല്യാണം, അതെല്ലാം റെഡി ആയിരിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോയി ഒരു ദിവസം ഈ പെങ്കൊച്ച് പറയാ, ഞാൻ പ്രഗ്നന്റാ, നിങ്ങൾ എന്തോ ചെയ്യും? വാട്ട്? Yeah, I am pregnant. Why did you cheat me like this? എന്നോട് ഇത്രയും നാള് സംസാരിച്ചത് പാരന്റ്സ് അല്ലാതെ എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു കല്യാണത്തിന്റെ ഇതാണ്ട് ഇവിടെ ഓഡിറ്റോറിയം വരെ ബുക്ക് ചെയ്തു, 25,000 രൂപയാണ് കൊടുത്തേക്കുന്നത് ഡേറ്റ് പോകാതിരിക്കാൻ വേണ്ടി, കാറ്ററിംഗുകാർ കൂടി. എന്നിട്ട് നീ ഇതുപോലത്തെ ഒരു ചതി എന്നോട്. അപ്പൊ ഈ പെങ്കൊച്ചു പറയാ, അല്ല അച്ചച്ച പേടിക്കണ്ട, ഇത് പരിശുദ്ധാത്മാവിനല്ല. മറിയയുടെ ഒരു എക്സാമ്പിൾ വേദപുസ്തകത്തിലുണ്ട്. എന്നാ പോലും ഇന്ന് അങ്ങനെ പറഞ്ഞാൽ നമ്മള് ആഹാ, ഓ അത് ശരി, അപ്പൊ നീ അത്രയും പൊട്ടനാ ഞാനെന്ന് വിചാരിച്ചല്ലേ എന്നല്ലേ പറയുക. No, I'm just saying, look at the level of spirituality, the level of understanding. അവൾക്കൊരു ലോകാപവാദം വരരുത്, എന്റെ കാര്യം പോട്ടെ. So I think the Lord first start working with the parents. Okay, ഞാൻ അതിലേക്ക് വരാം. I'll just get on with this question and come back to you. Yeah. Okay, this is just maybe the first question. Others, please go ahead and type. Okay. How should the church handle mental health issues in general when we don't accept it, and better equip the younger generation within our churches to handle their mind and what they
let inside their world. Yeah. See, generally the conclusion that the churches don't accept mental health issues, yeah, of course, up to an extent that statement is true, but not fully. Yeah, there are, I think we are living in a situation where most of the people accept mental issues as mental health issues, but the issue is the evil spirit possession. I mean, there is evil spirit possession. അപ്പം സൈക്കോളജിസ്റ്റുമാരും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരും അംഗീകരിക്കത്തില്ലായിരിക്കും, സൈക്കാട്രിസ്റ്റുമാരും അംഗീകരിക്കത്തില്ല. കാരണം അതൊരു തേർഡ് ഡയമെൻഷൻ ആണല്ലോ, അവർ അംഗീകരിക്കത്തില്ല. പക്ഷെ വേദപുസ്തകം ദുരാത്മബാധ ഉണ്ടെന്ന് പറഞ്ഞാൽ ദുരാത്മബാധ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം സ്കിസോഫ്രീനിക് ആയിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ പോലെ ദുരാത്മബാധ ഉണ്ടായ ആളും കാണിക്കും. ഇപ്പൊ ഈ പറയുന്ന വിഷ്വൽ ഹലൂസിനേഷൻ, എനിക്ക് അത് കാണാം, അതാണ്ട് പിശാച് നിൽക്കുന്നു, എന്റെ ചെവിയിൽ വന്നിരുന്നൊക്കെ പറയുന്നു. ഇത് ദുരാത്മബാധയാലും സംഭവിക്കാം, സൈക്കാട്രിക് ഇഷ്യൂ, ഓഡിറ്ററി ഹലൂസിനേഷൻ, അങ്ങനെ സംഭവിക്കും. പക്ഷെ ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാനുള്ള മെച്യൂരിറ്റിയാണ് നമ്മുടെ ഒരു പ്രത്യേകത. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാർ, ഇപ്പൊ നമ്മൾ ചർച്ചില് പാടി ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർക്ക് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു റിയാക്ഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഈവിൾ സ്പിരിറ്റ് ആണെങ്കിൽ ഈ പാട്ട്, പ്രാർത്ഥന, ആരാധനയൊക്കെ അവിടെ ഇവരെ ഇളകും, ഇല്ലെങ്കിൽ ചില പ്രകടനങ്ങളൊക്കെ കാണിക്കും, തറ കിടന്ന് ഉരുളും, ഇങ്ങനെ കണ്ണൊക്കെ ഒരു വേക്കന്റ് ലുക്കായിരിക്കും. പക്ഷെ എന്നാൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാർ ഒരു പ്രത്യേകിച്ച് ഒരു എൻവയോൺമെന്റിൽ ഇങ്ങനത്തെ റിയാക്ഷൻ കാണിക്കണമെന്ന് നിർബന്ധമില്ല. ഓഫ് കോഴ്സ് സം സിംറ്റംസ് ആർ ഓൾ സിമിലർ. പക്ഷെ എന്നാൽ it is the discernment of our spiritual ministers to identify between these two. So the second part of the question, we must promote the health of the mind of the children. അതിനു വേണ്ടി ഇപ്പൊ ഇന്ന് നമ്മൾ ഈ കൂടി വന്നിരിക്കുന്ന ഈ ഒരു കാര്യം തന്നെ is an example. I mean, when I am telling you some cases and helping us to go through this situation, what is happening, and how to help our people, and what can we do as parents, and what can we do as youngsters and all. This is a guidance, actually. It is promoting mental health, basically. അല്ലെങ്കിൽ പോലും there must be awareness classes and counseling intervention is a must in the churches. At least Sunday school teachers must be trained in doing counseling. കാരണം അവരാണ് ഈ കുട്ടികളുമായിട്ട് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനും ആ ഒരു ഇന്റിമസിയും ഡെവലപ്പ് ചെയ്യുന്നത്. അവര് ശരിക്കും പറഞ്ഞാൽ ഈ ഒഫീഷ്യാലിറ്റി സ്കൂൾ മാസ്റ്റർ ലെവലിൽ നിന്ന് ഒരു കോച്ചിന്റെ ലെവലിലേക്ക് ഇറങ്ങി വരാൻ അവരെ ട്രെയിൻ ചെയ്താല് കുട്ടികൾ അവരുടെ ഭാരങ്ങളൊക്കെ you don't know the level of issues youngsters go through. Some of the Zoom meetings, when I tell these young people, I mean exclusively young people's meeting I'm talking about, where I tell them, you go ahead and type your questions. I'm not going to reveal your name. Tell me the struggle you're going through. Now the questions that I get is, വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള സ്ട്രഗിൾ കൂടെ പോകുന്ന കുട്ടികളുണ്ട്. The other day somebody typed me a question. Is it a sin if we take out revenge upon somebody who abused me? And I said, I think I need to talk to you personally, because this is a response to abuse that is happening these days, probably. So you need to come out of it. This anger, this burning anger within you against that person who abused you, it shows that you need to really get a guidance in terms of counseling. Yeah, so we need to engage ourselves into some counseling training, at least to the Sunday school teachers, so that they can reach out to children. അത് അടുത്തൊരു പോംവഴിയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ നിന്നോട് ചേർത്ത് പറയാം, സിൻസ് യു ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇരിക്കുന്ന പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത്, പാരന്റ്സ് ചില സിംറ്റംസിനെ ശ്രദ്ധിച്ചോണം. നമ്മുടെ കുട്ടികള് ചില സിംറ്റംസ് കാണിക്കും. അതായത് ചിരിച്ചു കളിച്ച് സന്തോഷിച്ച് പോരുന്ന കൊച്ചി ഈ ഇടയായിട്ട് ചിരിയില്ല, കളിയില്ല, ആകെ ഗ്ലൂമിയാകും, പെട്ടെന്ന് ഗ്ലൂമിയായി. ഇറ്റ്സ് എ വാർണിംഗ് സിഗ്നൽ. ഓക്കെ, ഈ
ഡേഞ്ചർ ലൈറ്റ് കത്തിക്കൊണ്ട് ബീപ് 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 സൗണ്ട് വരത്തില്ലേ, അതാണത്. ഈ ഇടയായിട്ട് നിങ്ങളുടെ കുട്ടി കൂടെ കൂടെ ഭീകരമായ സ്വപ്നം കാണുന്നു. ഇറ്റ് മൈറ്റ് ബി, അഗൈൻ മൈറ്റ് ബി, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്റർവെൻഷൻ ആവശ്യമായ ഒരു സിറ്റുവേഷന്റെ സിംറ്റം തരികയായിരിക്കും നിങ്ങളുടെ കുട്ടി. മറ്റൊന്ന്, ഒരു വാർണിംഗ് സിഗ്നൽ. ഈ ഇടയായിട്ട് കൂടെ കൂടെ കൊച്ചു പറയുക, എന്തിനാ ജീവിക്കുന്നു, അല്ല വണ്ടി ഇടിച്ചാ മതിയായിരുന്നു, ചത്താ മതിയായിരുന്നു, എന്തിനാ ജീവിക്കുന്നു, ബീപ് ബീപ് ബീപ്. വാർണിംഗ് സിഗ്നൽ ആയിരിക്കും. You must be vigilant to that. That's what I'm saying. You must be vigilant to that. അത് വീട്ടിൽ നിന്ന് തുടങ്ങട്ടെ. അപ്പൊ പാരന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, സെറ്റ് അപ്പാർട്ട് എ കൺസിഡറബിൾ ടൈം. ഇനി ചില പാരന്റ്സ് ഇവിടെ ഇരിക്കുന്നവർ വിചാരിക്കുമായിരിക്കും, ശരിയാണ്, കൗമാരം പിടിവിട്ടു പോയി. എനിക്ക് I accept that I was a failure. I couldn't bring up my child as the way I was supposed to. But my child is now a grown-up person. He or she is gone out of my control. അപ്പം ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയൊരു കാര്യം ചെയ്യും, ദൈവസനെ മുഴങ്കാലിലിറങ്ങും. ഏതറ്റം വരെ പോയാലും തമ്പുരാൻ കൊണ്ടുവരും. അവിടെ നിന്ന് കൊണ്ടുവരും. ഞാന് ഒത്തിരി ഇൻസിഡൻസ് എന്റെ മനസ്സിലൂടെ വരുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു ദേവദാസന്റെ ഒരു മോളെയും കൊണ്ട് കൗൺസിലിങ്ങിന് വന്നത്. ജോലിക്ക് പോയി 1 മാസം തികഞ്ഞേ ഉള്ളൂ. ഇവളാ ഓഫീസിലുള്ള ഒരു ചെറുക്കനുമായിട്ട് അഫയർ ആയിട്ട്, ഇത് വലിയ സ്വാധീനതയുള്ള ഒരു ദേവദാസനാന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ബന്ധമായി പോയി. കാരണം ഇങ്ങനെ പെൺകൊച്ചിനെ, ഇങ്ങനെ ഒരു ചെറുക്കനെ വീട്ടിൽ അംഗീകരിക്കാൻ പോയിട്ട്, ചർച്ചിൽ അംഗീകരിക്കാൻ പോയിട്ട്, ഇവൻ വിശ്വാസിയല്ലെന്നുള്ളത് പോട്ടെ, ഇവനൊരു ഡ്രഗ് അഡിക്റ്റും കൂടെ ആണെന്നുള്ള അടുത്ത്. ഇത് എന്തോ കണ്ടിട്ടാണ് ഇവൻ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോയതെന്നുള്ളതാണ് അടുത്ത ചോദ്യം, ഈ കൊച്ച്. ബട്ട് ദിസ് ഇസ് ദി ഇൻസിഡന്റ്. ഒരു കോളനിയില് ചില ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടി ചില ആളുകൾ പോയപ്പം ഈ ചെറുക്കൻ ഈ പാസ്റ്റർ മോളെ കൈ പിടിച്ചോണ്ട് ആ കുടിലേക്ക് കയറുന്ന ഒരു കാഴ്ച അവർ കണ്ടു. പെട്ടെന്ന് അവർ ഈ ദേവദാസനെ വിളിച്ചു പറഞ്ഞു. നേരെ ആളെ അവിടുന്ന് ആളെ വിട്ടു, പൊക്കി ഒരു റൂമിൽ, ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. 2-3 ദിവസം ഒബ്സർവ് ചെയ്തു, എന്നിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നാ. അപ്പൊ ഞാൻ ഈ കൊച്ചിനോട് സംസാരിച്ച് വന്ന 2-3 സെഷൻ കഴിഞ്ഞപ്പോ ഈ കൊച്ചെന്നോട് പറയാ, പാസ്റ്റങ്ങളെ ഞാൻ വിചാരിക്കുക, അല്ല എനിക്ക് എന്താ പറ്റിയത്, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുവെച്ചാൽ, ലൂക്കോസ് 15 അവന് സുബോധം വന്നിട്ട്, അത്ര നേരം ബോധം ഉണ്ടായിരുന്നു, പക്ഷെ സുബോധം ഇല്ലായിരുന്നു. ഞാൻ പറയാം, ഈ ദാവീദ് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, തെറ്റേത് ശരിയേത് നല്ല അറിവുണ്ട്, ഒരു തർക്കമില്ല. പക്ഷേ ഈ ടെംപ്റ്റേഷൻ വന്ന് മുട്ടിയപ്പം ഇതൊന്നും ഹെൽപ്പ് ചെയ്തില്ല. അവിടെ there must be somebody to give insight. Okay, that's what I'm saying. കുടുംബത്തിനകത്ത് സ്റ്റാർട്ട് ചെയ്യണം ഈ മിനിസ്ട്രി. ഈ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ പാരന്റ്സ് എന്ത് ചെയ്യണം? ഈ കൊച്ചുങ്ങളുടെ കൂടെ ഇരിക്കണം, അങ്ങ് സംസാരിക്കണം. ഈ ചില മാതാപിതാക്കൾ കുട്ടികളോട് മിണ്ടില്ല. ചിലരോട് പറയുന്നത്, എന്റെ അപ്പൻ എനിക്ക് പേടിയാണ്, കാരണം പുള്ളി വർത്താനം പറയുന്നത് ഷൗട്ടിങ് മാത്രമേ ഉള്ളൂ. How I wish, look at that parent, this parent. പലരും എന്നോട് പറയുന്നത്, എന്റെ സാറ് എന്റെ വീട്ടിനകത്ത് വീർപ്പൂട്ടല, എന്നെ നന്നാക്കി അവർ ഈ വഴിക്കാക്കി. ഓക്കെ, അവര് ശാസിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആ കൂട്ടത്തിൽ ഇച്ചിരി സ്നേഹവും ഇച്ചിരി അഭിനന്ദനവും ഇടയ്ക്കൊക്കെ ഒന്ന് എനിക്കും ഉണ്ടല്ലോ സാറേ കുറെ. അങ്ങനെയും കൂടെ ഒന്ന് അംഗീകരിക്കുകയും കൂടെ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും, കുഴപ്പമില്ല. പക്ഷെ ഇത് കാണുമ്പോ ഈ ചൊറിയാൻ വരും, അതാണ് പ്രശ്നം. പ്രത്യേകിച്ച് കൗമാരത്തിൽ അവർക്കാണ് ഈ ഉപദേശം ഇഷ്ടമില്ല. പക്ഷെ കൗമാരക്കാരെ കാണുന്ന ആരും 2 ഉപദേശം കൊടുക്കാതെ വിടത്തുമില്ല, അതാണ് ഈ പ്രശ്നം.
So what I would like to tell you is the ministry should start within the family. ഞാനതിലൊരു ഒരു എക്സാമ്പിളും കൂടെ ചേർത്ത് പറയാം കേട്ടോ. ഈ ശമൂവേലിനെ ലോകത്തിലേക്ക് അയക്കണമെന്ന് ദൈവത്തിന് താല്പര്യം. The others, please go ahead and type your questions while I speak this. Please go ahead and put up your question here. You can type direct question. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ശമൂവേൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. അപ്പൊ രാജാവ്, പുരോഹിതൻ, ന്യായാധി ഇതെല്ലാം കൂടെ ചേർന്ന ഒരു a person of a great value before God. The Lord decided to have a person like this on this earth. ശമൂവേൽ എന്നൊരു വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കണം. അപ്പോ അത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാള് എന്ന് പറയുന്നത്, അത്രയും സ്പിരിച്വൽ ആയിട്ട് ഈ ആളെ രൂപപ്പെടുത്താൻ ഒരാൾ വേണം ആദ്യം. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ആദ്യം ഹന്നായെ ബാരനാക്കി. ഹന്നായെ മക്കളില്ലാത്തവളാക്കി. അപ്പൊ ഹന്ന എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന് അറിയാം, കാരണം ഇവിടെ പ്രതിസന്ധി വന്നാൽ ദൈവത്തോട് അടുക്കും. ദാറ്റ് ഈസ് എ സ്പിരിച്വാലിറ്റി യു ആർ ടോക്കിംഗ് അബൌട്ട്. സമൃദ്ധി വരുമ്പോൾ ആ ദൈവത്തിൽ നിന്ന് അകലാൻ ചാൻസ്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി വിയോജിപ്പുണ്ട്. നിന്റെ സമ്പത്തിനോട് പോരാടുന്ന ചില ബന്ധനങ്ങൾ എന്ന് പറയുമ്പം ഇച്ചിരി ഒരു ലോജിക്ക് കുറവുണ്ട് അവിടെ. കാരണം നമുക്കറിയാം സമ്പത്ത് വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ അഹങ്കരിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പൊ പിന്നെ പിശാചിന് കൃത്യമായിട്ട് അറിയാലോ. നമ്മുടെ സമ്പത്തിനെ കുറിച്ച് പിശാചിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇട്ട് മൂടാനുള്ള പൈസ തരാനാ പിശാചിന്റെ ആഗ്രഹം. കാരണം അപ്പോഴല്ലേ നിങ്ങൾ അഹങ്കരിക്കാൻ ചാൻസ് കൂടും. അതോ ജപ്തി നോട്ടീസ് വീടിന്റെ മുന്നിൽ കൊണ്ട് ഒട്ടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയാണോ, ദൈവസേന വീഴുകയാണോ ചെയ്യും? പറഞ്ഞത് സോ ഇത് ശരിക്കും പറഞ്ഞാല് അപ്പം പ്രതിസന്ധി നമ്മൾ ദൈവത്തോട് അടുപ്പിക്കുക ചെയ്യുക. സോ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ദാറ്റ് ഈസ് ദ റൈറ്റ് സ്പിരിച്വാലിറ്റി. ഓക്കെ, നിന്റെ ആരോഗ്യത്തോട് പോരടിക്കുന്ന ഒരു ബന്ധനം, അവിടെ ഒരു ഇച്ചിരി ലോജിക്ക് കുറവുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യം വർദ്ധിച്ചു കയറി നമ്മളെ കണ്ടാൽ ആരും ഒരു കൂടെ തിരിഞ്ഞു നോക്കുന്ന ലെവൽ വരുമ്പോഴാണ് നമുക്ക് ഈ അഹങ്കാരവും ഇമ്മൊറാലിറ്റിയും വരാൻ കൂടുതൽ ചാൻസ്. ICUവിൽ നിന്ന് ICUവിലേക്ക് വിട്ടുമാറാത്ത രോഗം, അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഉപവസിക്കാനും ദൈവത്തോട് അടുക്കാനും കരയാനും ചാൻസ് കൂടുതൽ. അത് നമുക്കറിയാം, പിശാചിന് തീർച്ചയായിട്ടും അറിയാം. അഥവാ പിശാചിന് നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് നല്ല സിനിമാ നടിയെ പോലെ, സിനിമാ നടനെ പോലെ നടക്കണമെന്നായിരിക്കും. കാരണം അപ്പോഴാണ് നിങ്ങൾ വീഴാൻ ചാൻസ് കൂടുതൽ. അതാണ് ദാവീദിന് പറ്റിയത്. കഷ്ടകാലത്ത് പുള്ളി ഓടിയപ്പോ എല്ലാ നല്ല സങ്കീർത്തനായിരുന്നു അറിയാം. നമ്മളെ ആത്മീയമായിട്ട് നല്ല നല്ല ഡെവലപ്പ് ചെയ്യുന്നത് സങ്കീർത്തനമാണ്. പക്ഷെ രാജാവായി, കൊട്ടാരമായി, മട്ടുപ്പാവിൽ ഉലാത്താൻ തുടങ്ങി താണ്ട് കിടക്കുന്നതാണ്. അപ്പൊ ഹന്നായ്ക്ക് കഷ്ടത കൊടുത്തു. സോ ആക്ച്വലി ഗോഡ് സ്റ്റാർട്ടഡ് ടു ഡു ഹിസ് വർക്ക് വിത്ത് ഹിസ് മദർ. അപ്പൊ അവള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ എന്റെ ഭാവന ചേർത്ത് പറയാം. അവള് ദൈവസേനയിൽ ചെന്നോണ്ട്, ദൈവമേ ദേ എന്റെ ഹസ്ബൻഡ് സ്നേഹം ഇച്ചിരി കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നുണ്ട്. പ്ലീസ് എന്റെ ഹസ്ബൻഡ് സ്നേഹം തിരിച്ചു പിടിക്കണം എനിക്ക്. അതിനുവേണ്ടി എനിക്കൊരു കൊച്ചിനെ തരണം. ദൈവം പറഞ്ഞു, ആയിട്ടില്ല, ഇനിയും നീ വളരാൻ കിടക്കുക. പിന്നെ ഒരു ദിവസം വിളി എന്ന് പറഞ്ഞു, ദേ ആ പെനീനെ എന്നെ ഭയങ്കരമായിട്ട് കുത്തി മുറിവേൽപ്പിക്കുന്നത്. അപ്പൊ അവളുടെ മുമ്പിൽ എനിക്കൊന്ന് പിടിച്ചു നിൽക്കണം. അതിനുവേണ്ടി എനിക്കൊരു കൊച്ചിനെ തരണം. കർത്താവ് പറഞ്ഞു, ആയിട്ടില്ല, ഇനിയും വളരാൻ കിടക്കുന്നത്. കുറെ കൂടെ കഴിഞ്ഞപ്പോ ഒരു ദിവസം ഹന്ന എന്ന് പറയാ, ദൈവമേ ഈ ഹസ്ബൻഡിന്റെ സ്നേഹം തിരിച്ചു പിടിക്കാനുള്ള കൊച്ചിനെ വേണ്ട കേട്ടോ. ഈ പെനീനയുടെ മുമ്പിൽ ഇടിച്ചു നിൽക്കാനുള്ള അങ്ങനെ ആ കൊച്ചിനെ വേണ്ട. അങ്ങേക്ക് വേണ്ടി വളർത്താൻ എനിക്കൊരു കൊച്ചിനെ തരണം. അന്നും മറുപടിയാണേ, ഇതിനല്ലേ തമ്പുരാൻ ഈ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. സോ അതാ ഞാൻ പറയുന്നത്, ഇത് ഭവനത്തിൽ നിന്ന് തുടങ്ങണമെന്ന് പറയുന്നത്. Okay, next question. Please go ahead and type your questions, please. What are the precautions we need to take when giving counseling to people addicted in perverse lifestyle and spiritual oppressions? രണ്ടു വിധത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന് പെർവേഴ്സ് ലൈഫ് സ്റ്റൈൽ,
അടുത്തത് സ്പിരിച്വൽ ഒപ്രഷൻസ്. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, നമ്മൾ ഉപദേശം കൊടുക്കല, പക്ഷെ ശരിക്കും അതിന് വലിയ സ്കില്ലൊന്നും വേണ്ട. തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുക, അത് പാസ്റ്റർ മിനിസ്ട്രി നമ്മൾ ചെയ്യുന്ന കാര്യം. ഇന്ന തെറ്റിൽ നിന്ന് മടങ്ങി വരാൻ ആവശ്യപ്പെടുക, അത് ഡയറക്റ്റീവ് അപ്രോച്ചാണ്. അപ്പം അത് നമ്മള് അവരുടെ പ്രശ്നം എന്നാന്ന് നമ്മളങ്ങ് കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കുറെ പരിഹാരം അങ്ങ് പറയുക. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെ നമ്മൾ അങ്ങനെ പറയില്ല. നമ്മൾ ഇച്ചിരിയും കൂടെ പേഷ്യന്റ് ആയിട്ട്, അതായത് കർത്താവ് അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു ഇവളെ കല്ലറയണം, ഇവള് പാപിനി, തെറ്റുകാരി. കർത്താവ് എന്ത് ചെയ്തു? അനങ്ങിയില്ല, സ്നേഹിച്ചു, അവളെ അങ്ങ് ഉൾക്കൊണ്ടു. ആര് ചെയ്യും? പക്ഷെ സ്നേഹിച്ച് അവളെ നന്നാക്കി കർത്താവ്. കാരണം സ്ത്രീയെ അവരൊന്നും നിന്നെ കല്ലെറിഞ്ഞില്ല, ഇല്ല, അവരാരും, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പാപം ചെയ്യരുത്. ആ പറഞ്ഞത് ഭയങ്കര യുണീക്കായിരുന്നു. സാധാരണക്കാരെല്ലാം പറയുന്ന പോലെ അല്ലാതെ, സാധാരണക്കാരെല്ലാം പാപി, നീ തെറ്റുകാരി, നീ അഴുക്കുന്നത്, നീ അങ്ങനത്തെ, നീ ഇങ്ങനത്തെ, ഇത് കേട്ട് 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 അത് മൈൻഡ് ചെയ്യുന്നില്ല ഇവള്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാള് ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പക്ഷെ നീ പാപം ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പെർവേഴ്സ് ലൈഫ് സ്റ്റൈലിൽ നടക്കുന്ന ഒരാളോട് ഒന്നാമത്തെ സമീപനം എന്നാണെന്നറിയാമോ? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആ വ്യക്തിയെ വിമർശിച്ച് യോഹന്നാൻ സ്നാപകൻ ചെയ്തതുപോലെ സർപ്പസന്തതിയെ നീ തിരിച്ചു വരണം, മാനസാന്തരപ്പെടണമെന്നൊക്കെ പറയേ. പക്ഷെ ചിലപ്പോ ഇത് പെർവേഴ്സ് ആയിട്ടുള്ള ആളായതുകൊണ്ട് ചിലപ്പോ തിരിച്ച് ചിലപ്പോ ഇതിന്റെ അപ്പുറത്ത് നിങ്ങളെ വിളിക്കും. അതാണ് പ്രശ്നം. നിങ്ങൾ സർപ്പസന്തതി എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് അതിന്റെ അപ്പുറത്ത് വിളിക്കും, മാനസാന്തരപ്പെടത്തില്ല. അതാണ് ഈ പ്രശ്നം. അപ്പൊ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാനും ഉപദേശിക്കാനും വിമർശിക്കാനും പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത തെറ്റ് നമുക്കെതിരെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ച് രണ്ടെണ്ണം നമുക്കിട്ട് തരും. അപ്പൊ ചിലപ്പോൾ നമ്മൾ ആത്മീയത വിട്ട് 4 എണ്ണം തിരിച്ച് അങ്ങോട്ടും. അതാണ് അവിടുത്തെ ഒരു റിസ്ക്. അപ്പൊ അതുകൊണ്ട് കൗൺസിലിംഗിൽ മറ്റൊരു അപ്രോച്ച് ഉണ്ട്, അതിനെയാണ് നോൺ ഡയറക്റ്റീവ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മൾ ഉപദേശം കൊടുക്കുന്നില്ല, ഈ വ്യക്തിയുടെ പ്രശ്നം ഈ വ്യക്തിയായി മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഈ വ്യക്തിയുടെ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ ആ വ്യക്തിയെ തന്നെ പര്യാപ്തപ്പെടുത്തുന്നു. അതാണ് ശരിക്കും കൗൺസിലിംഗ്. അതിനാണ് സ്കിൽ ആവശ്യം. അതാണ് കൗൺസിലിംഗ് ട്രെയിനിങ് വേണമെന്ന്. അപ്പൊ ഈ പറയുന്ന പെർവേഴ്സ് ലൈഫ് സ്റ്റൈലിലുള്ള ഒരാളെ നമുക്ക് ആ വ്യക്തിയോട് സംസാരിക്കാൻ സാധിച്ചാൽ നമ്മൾ ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഈ പാപത്തെ ആ വ്യക്തിയെ കൊണ്ട് തന്നെ ഇങ്ങോട്ട് പറയിപ്പിക്കാനുള്ളതാണ്. അത് മുഖാന്തരമുള്ള ആത്മീക പ്രശ്നങ്ങൾ പറയിപ്പിക്കുക, ഇങ്ങോട്ട് പറയട്ടെ ആ വ്യക്തി. 2, അത് മുഖാന്തരം ഈ വ്യക്തിയുടെ കുടുംബത്തിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പറയട്ടെ. അത് മുഖാന്തരം ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ എന്തൊക്കെയാ പറയട്ടെ. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഒരു മാറ്റം വേണമെന്ന് ഈ ആൾക്ക് തന്നെ തോന്നുമല്ലോ. കാരണം ഈ ആളെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ചത് ഈ പാപത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണല്ലോ. ഇത് ചിന്തിക്കുന്നില്ലാത്തതുകൊണ്ടല്ലോ വീണ്ടും ഈ പാപത്തിൽ ഏർപ്പെടുന്നത്. അതിന്റെ ആ അനന്തര ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ അത് പറയിപ്പിച്ചു ആളെ കൊണ്ട്. എന്നിട്ട് ഇതിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ലക്ഷ്യമല്ലേ. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അവര് പറയട്ടെ. 1, 2, 3 അങ്ങനെ അവരെ പര്യാപ്തപ്പെടുത്തി ഈ തെറ്റിൽ നിന്ന് പുറത്തു കിടക്കാൻ. അപ്പൊ നമ്മുടെ ഒരു കൗൺസിലിംഗ് മിനിസ്ട്രി എന്ന് പറയുന്നത് അവിടെയാണ്. അങ്ങനെയാണ് നമ്മളൊരു വ്യക്തിയെ രക്ഷിച്ചെടുക്കുന്നത്, പുറത്തു കൊണ്ടുവരുന്നത്. പിന്നെ സ്പിരിച്വൽ ഒപ്രഷൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതില് ആത്മിക പോരെന്നായിരിക്കാം മലയാളം. സോ അതിന് ആത്മീകമായിട്ട് തന്നെ എക്യുപ്പ് ചെയ്താലേ പറ്റുള്ളൂ. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഈ സർവായുധ വർഗത്തെ കുറിച്ച് പറയത്തില്ലേ എഫേസ്യ ലേഖനത്തില്. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ചില ആളുകൾ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ എന്താ ചെയ്യുക? ഒച്ചയിൽ ശാസിക്കും. അവര് വിചാരിക്കുന്ന ഈ ഒച്ചപ്പാട് എടുക്കുമ്പോൾ പിശാച് ഓടുവന്ന പേടിച്ചിട്ടേ. വെറുതെ
വേറൊരു പിശാച് ബാധയുള്ളവരെ എതിർക്കാൻ വേണ്ടി അന്യഭാഷ പറയും. ഇത് മുന്നേ അന്യഭാഷ പറയുന്നത് ദൈവവും നമ്മളും തമ്മിലുള്ള സംഭാഷണം. ഇത് പിശാചിനോട് പറയാനുള്ളതല്ല. എന്നാൽ ഈ സർവായുധ വർഗത്തെ കുറിച്ച് പറയുന്നിടത്ത് ശ്രദ്ധിച്ചേ, വാഴ്ചകളോടും അധികാരത്തോടും ഇതിനെല്ലാം നമുക്ക് പോരാട്ടമുണ്ട്. അതിനെന്ത് ചെയ്യണം? ഒന്ന്, സത്യം, നുണ പറയരുത്. പ്രാക്ടിക്കൽ ലൈഫ് അല്ലേ? നീതി, അതായത് ദൈവത്തോടും മനുഷ്യരോടും അനീതിയുള്ള ഒന്നും ജീവിതത്തിൽ നടക്കരുതെന്ന്. അടുത്തത് സുവിശേഷം പറയണമെന്ന് മറ്റുള്ളവരോട്. പിശാചിനോട് ഒരുക്കം സർവായുധ വർഗത്തിലുണ്ടല്ലോ സുവിശേഷം പറയാം. അതാ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. സുവിശേഷം പറഞ്ഞോ, പിശാചിനോട് എതിർത്ത് വെക്കാം. എങ്ങനെയാ ഇത് സംഭവിക്കുന്നത്? എന്റെ ലൈഫിൽ ഞാൻ സത്യത്തോടെ നിൽക്കുന്നെങ്കിൽ, പിശാചിന് വിരൽ ചൂണ്ടാൻ ഞാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ, ഈ ലോകത്തിലെ സകല ദുഷ്ടാത്മസേന ഒരുമിച്ച് എനിക്കെതിരെ വന്നാലും തോട്ടാൻ പറ്റത്തില്ല. അതാ. അപ്പൊ സ്പിരിച്വൽ ഓപ്പറേഷന്റെ മറുപടി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ദിവസം ഒരു വിശ്വാസിയോടെ ഞാൻ സംസാരിക്കുക. അപ്പൊ ഈ വിശ്വാസം, എന്റെ പാസ്റ്ററെ, നമുക്കറിയാവോ ഇത് സംഭവം, നമ്മുടെ ബിസിനസ് താഴെ പോകുന്നു, കുടുംബ പ്രശ്നം, ഇത് എന്നാന്ന് നമുക്ക് വല്ല പിടിയുണ്ട്. എന്തായാലും ആ പുള്ളി വന്ന് മറ്റൊരു ഏലേസ് ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ തട്ടിന്റെ പുറത്തിരിക്കും, നമ്മളിത് വല്ലതും അറിയുന്നു. ആ പുള്ളി വന്ന് സംഭവം കണ്ടെത്തി അത് എടുത്ത് കൊണ്ടുപോയി. രക്ഷപ്പെട്ടു. ഏതാ വീട്ടിനകത്ത് ഒരു ഏലേസ് ഇരിപ്പുള്ളത് കൊണ്ട് ഇവരുടെ ബിസിനസ്സും പൊളിഞ്ഞു, കുടുംബജീവിതവും തകർന്നു, മൊത്തം പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഒരു മറുപടി ചോദിച്ചു, അല്ല നിങ്ങളൊരു വിശ്വാസിയാണോ? അവൻ അങ്ങനെ ചോദിച്ചു. അല്ല, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനം പിശാചിന്റെ ഇതിനൊക്കെ ഒത്തിരി മേളിലാണല്ലോ. അപ്പൊ പിന്നെ ഇതൊന്നും നിങ്ങളെ ബാധിക്കാൻ ഒരു ഏലേസ് അല്ല 150 ഏലേസ് വെച്ചാലും നിങ്ങളെ ബാധിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. പിന്നെ ഇച്ചിരി ബെബ്ബ അടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പൊ അത് പിന്നെ അല്ല, അങ്ങനെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് പോകുമല്ലോ, അപ്പൊ പിന്നെ ബാധിക്കത്തില്ലേ? നമ്മുടെ കറക്റ്റ്. അപ്പൊ നിങ്ങളെ ബാധിച്ചതിന്റെ പുറകിലെ രഹസ്യം ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് പോയതാണ്. അപ്പൊ ബാധിക്കാതിരിക്കണമെങ്കിൽ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് പോകരുത്, അതല്ലേ? അല്ല, അതെ, ശരിയാണല്ലോ. അതാ ഏലേസ് എടുത്ത പാർട്ടി അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നോ? നിങ്ങൾ ഇടയ്ക്ക് പുറകോട്ട് പോകുന്നതിനെ കുറിച്ചും പിന്മാറ്റത്തിൽ പോകരുതെന്നും വിശുദ്ധിയോടെ ജീവിക്കണം എന്നെല്ലാം പറഞ്ഞു. ഇല്ലില്ല, അങ്ങനെയൊന്നും പുള്ളി പറഞ്ഞില്ല. അടുത്ത തവണ പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാ പോയത്. അതാ പ്രശ്നം. പുള്ളിക്ക് താല്പര്യം നിങ്ങളുടെ മാനസാന്തരം അല്ല, പോക്കറ്റാണ്. കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസി പറഞ്ഞ പോലെ, എനിക്ക് പറയുന്നത് വേറൊന്നുമല്ല, ഇത് പറഞ്ഞില്ലെങ്കിൽ തമ്പുരാൻ എന്നോട് ചോദിക്കും. അതുകൊണ്ട് അപ്പൊ കോളിംഗ് ബെൽ ഇറങ്ങി ചെന്നപ്പം വെള്ളയിട്ട ഒരു പാർട്ടിയാ. ഇവിടെ ഒരു പോരുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നു. അയ്യോ, വാ കയറി വാ. പുള്ളി പ്രാർത്ഥിച്ചു, അവിടെ തപ്പി ഇവിടെ തപ്പി, അവസാനം കതക് തുറന്ന് പുറത്തിറങ്ങി. നമ്മൾ ഈ പറയത്തില്ലേ, ഈ കതകിന്റെ മേളിലെ ആ ഒരു അവിടുന്ന് ഒരു ഏലേസ് എടുത്തു കൊടുത്തു. അയ്യോ, ഇങ്ങനൊരു സാധനം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അയ്യോ, ദൈവമായിട്ട് നിങ്ങൾ അയച്ചത് അത്. അയ്യോ, താങ്ക് യു കേട്ടോ. അയ്യോ, പോര് മാറി. പുള്ളി അതുകൊണ്ട് അങ്ങ് പോയി. 2,000-3,000 രൂപയും കൊടുത്തു. വൈകുന്നേരം 4 മണിയായപ്പം മുറ്റത്ത് തൂക്കാനെങ്ങാണ്ട് ചെടിക്ക് എന്തോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോ അപ്പുറത്തെ അയൽവാസി ആന്റി ഇപ്പുറത്ത് വന്ന്, ആരാ അവിടെ വന്നേ ഒരു 10 മണിക്ക്? ആരും ദൈവദാസം വന്ന ഒരു പുള്ളി എന്നെ അവിടെ വെക്കുന്നുണ്ടായോ, മേളിൽ എന്തോ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞെട്ടലോടൊരു സത്യം മനസ്സിലായത്, 3,000 രൂപ പോയി. അപ്പൊ ഇതൊക്കെയാണ് സ്പിരിച്വൽ ഓപ്പറേഷന്റെ തെറ്റായ ചില സമീപനങ്ങൾ. ശരിയായ സമീപനം, ആത്മീക പോരിൽ ജയിക്കണമെങ്കിൽ ലൂപ്പ് ഹോൾസ് അടയ്ക്കുക. പിന്മാറ്റം, തെറ്റ്, പാപം, അതിൽ നിന്ന് മോചനം പ്രാപിക്കുക. വിശുദ്ധി, വേർപാട്, സുവിശേഷം പറയല്, പ്രാർത്ഥന, നീതി, സത്യം ജീവിതത്തിൽ കാണട്ടെ. അവിടെയാ ജയമുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. Sir, how can we strengthen the bond between the family members, like between parents and children,
between the siblings. Please suggest some guide to maintain a healthy family bonding. ഞാൻ പറയും, ഒന്നാമത് നിങ്ങളുടെ ബിസി ഷെഡ്യൂളിന്റെ അകത്ത് പ്ലീസ് ഫൈൻഡ് ഔട്ട് സം ടൈം ടു ബി ടുഗെദർ. ഒരു റൂഫിന്റെ കീഴിൽ എല്ലാവരും ഒരുമിച്ചുണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുമിച്ചിരുന്ന് വർത്താനം പറയാൻ സമയം കണ്ടെത്തുന്നുണ്ടോ എന്ന്. ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴും 4 പേരും 4 ഫോണിലാണ്. എന്റെ മുന്നേ എങ്ങനെ അവിടെ ബോണ്ടിങ് ഉണ്ടാവും? അമ്മയും അപ്പനും തമ്മിൽ കാണുന്നത് ഹായ് പറയാനാണ്. അപ്പം ജോലിയുടെ തിരക്ക് സമ്മതിച്ചു, ഓക്കെ. 24 hours ഉള്ള ഒരു ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? തിരക്കല്ലേ. ഈ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാം. അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സമയം, അത് ചിലപ്പോ രാത്രി ഒരാൾക്ക് നൈറ്റ് ഡ്യൂട്ടി, ശരി സമ്മതിച്ചു. 24 hours ഉള്ള ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂർ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന ഈ തിരക്കിന്റെ ഇടയ്ക്ക് എല്ലാത്തിനും സമയമുണ്ടല്ലോ, ഒന്നും മുടക്കത്തില്ല. ആകെ മുടക്കാവുന്ന ഈ കുടുംബ പ്രാർത്ഥനയല്ലേ ഉള്ളൂ. മുടക്കട്ടെ. ഒരു തലമുറ മുഴുവൻ വഴിതെറ്റി പോവുക, അത് കാണാൻ ആരുമില്ല. ഇനി അതെന്താ കേരളത്തിലെ സിറ്റുവേഷൻ ഞാൻ പറയാം. മക്കളിൽ ദർശനം കാണുന്നതിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയാറുണ്ട്. ഇപ്പം ഞാനൊരു ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. ചുരുക്കം ചില മലയാളികളെ ഉള്ളൂ ഇവിടെ കേരളത്തിൽ. ഇവിടെ ഇച്ചിരി ഇവിടെ ഷിബു സാറിനൊക്കെ അറിയാം, അല്ലെങ്കിൽ പാസ്റ്ററിനൊക്കെ അറിയാം. ഒരു 10-20 വർഷം മുമ്പേ ബൈബിൾ കോളേജുകൾ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. സെമിനാരി അല്ല, ബൈബിൾ കോളേജുകൾ. പല ചർച്ചിനോടും ചേർന്ന് ബൈബിൾ കോളേജുകൾ ഉണ്ടായിരുന്നു. അവിടെ ഒന്ന് MDയും MTHും ഒന്നല്ല പഠിപ്പിച്ചോണ്ടിരുന്നേ. അവിടെ യെശയ്യാ പ്രവചനവും കൊരിന്ത്യർ ലേഖനവും സുവിശേഷീകരണവും ഒക്കെ ആയിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത്. അവരെല്ലാം വേലയ്ക്ക് പോയി. ഓരോ വലിയ വലിയ പാസ്റ്റർമാർക്കും ഉണ്ടായിരുന്നു. അതാണ്ട് നമ്മുടെ നേതൃത്വത്തിലുള്ള, ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ നേതൃത്വത്തിലുള്ള പല പാസ്റ്റർമാരുടെയും ചർച്ചിനോട് ബന്ധപ്പെട്ട് ബൈബിൾ കോളേജുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പൂട്ടി. എന്നാ കാര്യം? സ്റ്റുഡൻസിനെ കിട്ടാനില്ല. ഇപ്പൊ ഒന്നും ആരും സുവിശേഷ വേലയ്ക്ക് പോകുന്നില്ലെന്ന്. പിന്നെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഡിഗ്രി ഒക്കെ എടുത്താലും അവരിലങ്ങ് പോകത്തുള്ളൂ. പിന്നെ പാസ്റ്റർമാരാവാൻ ഇപ്പം കാരണം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊക്കെ സുവിശേഷാലയ്ക്ക് ഇറങ്ങിയത് ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഉപാസപ്രാർത്ഥന ദൈവദാസൻ ദൈവത്തിന്റെ ദൂത് പറയായിരുന്നു എന്നോട്. ഞാന് ഒരു അടയാളത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ച ഒരു സന്ദർഭമായിരുന്നു. ഞാൻ സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്നില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അവസാനമായി എന്നായിരുന്നു നമ്മുടെ ചർച്ചിലെ ഒരു ചെറുപ്പക്കാരുടെ തലയെ കൈവച്ച് നിന്നെ ദൈവം പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്ന ദൂത് കേട്ടിട്ട് എത്ര നാളായി? കൊറോണക്കാലം അങ്ങ് വിടും. നിന്നെ മഞ്ഞുപൊഴിയുന്ന നാട്ടിൽ വിടും. നീ IPS IAS കസേരയിലിരിക്കുന്ന ഞാൻ കാണുന്നു. 3ാം നില കാറുകൾ, ബിൽഡിങ്ങുകൾ. ഞാൻ അത് ഈ ഹൃദയം നിറഞ്ഞ് കവിയുന്നല്ല വായ സംസാരിക്കുന്നത്, അത് വേറെ വിഷയം. ഞാന് പറയട്ടെ, നമ്മുടെ മക്കളിൽ നമുക്ക് ദർശനം കണ്ടു തുടങ്ങാം. അമ്രാമും യോഖേബേദും മോശയിൽ ഒരു ദർശനം കണ്ടു. ഇച്ചിരി കിട്ടിയുള്ള ആ കൊച്ചിനെ കിട്ടിയ സമയത്ത് അവന്റെ അകത്ത് എഴുതി വെച്ചു, നീ മിസ്രയീമനല്ല, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. അവൻ ആ കൊട്ടാരത്തിൽ പാർക്കുന്ന ഓരോ ദിവസങ്ങളും അവനങ്ങ് ഇറിറ്റേഷനാണ്. എന്നാണ് എന്റെ ജനത്തെ രക്ഷിക്കാൻ പറ്റും? എവിടുന്ന് കിട്ടിയ മെസ്സേജ്? അതാ അമ്മ എഴുതിയതാ. നൈൽ നദിയിൽ എറിഞ്ഞ് ഒരു തലമുറയെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ പദ്ധതിയുടെ നടുവിൽ നമ്മുടെ കുടുംബത്തിൽ മക്കളെ ചൊല്ലി കരയുന്ന മാതാപിതാക്കൾ എഴുന്നേൽക്കട്ടെ. ആത്മീയതയും പ്രാർത്ഥനയും പാട്ടുപാടലും വചനം പറയലും ഇതൊക്കെ നമ്മുടെ ചർച്ചിൽ വർദ്ധിച്ചു വരട്ടെ, നമ്മുടെ വീടുകളിൽ വർദ്ധിച്ചു വരട്ടെ. കുട്ടികൾക്ക് മാതാപിതാക്കളോട് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു ബന്ധം രൂപപ്പെടട്ടെ. അപ്പനും അമ്മയും കൂടി കണ്ടു കഴിയുമ്പം വല്ലാത്ത പദപ്രയോഗങ്ങളും അടിയും വഴക്കും എല്ലാം മാറിയിട്ട് നല്ല സ്നേഹബന്ധം കാണട്ടെ മക്കള്. അവര് കണ്ടു പഠിക്കട്ടെ.
എന്റെ മക്കളിൽ ഒരാളെങ്കിലും നാഥ സുവിശേഷ വേലയ്ക്ക് വിളിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ എഴുന്നേക്കട്ടെ. ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വചനത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഒരു തലമുറ രൂപപ്പെട്ടു വരാൻ സ്വപ്നം കാണുന്ന ചർച്ചായിട്ട് നമ്മൾ മാറട്ടെ. ദ്രവ്യാഗ്രഹവും ലോകമോഹവും ഇൻജക്ട് ചെയ്യുന്ന മെസ്സേജസുകൾ മാറിയിട്ട് വിശുദ്ധിയും വേർപാടും നിത്യതയും പ്രസംഗിക്കപ്പെടട്ടെ. അങ്ങനെ ഒരു നല്ല കാലം നമുക്ക് സ്വപ്നം കാണാം. തമ്പുരാൻ കർത്താവ് അത് ചെയ്യും, നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമ്മുടെ ഇടയിൽ ആ ഒരു ഉണർവ് ഇനി അധിക നാളുകൾക്ക് മുമ്പേ കർത്താവ് അയക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നല്ല കുടുംബം, നല്ല തലമുറ, ദൈവോന്മുഖമായിട്ട് വളരുന്ന ന്യൂ ജനറേഷനായിട്ട് രൂപപ്പെടാൻ നമ്മൾ ഈ പറഞ്ഞ ഇൻസൈറ്റുകൾ ഓരോന്നും നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് സർവശക്തനായ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ.